കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ. നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല മീറ്റിങ്ങിനായിട്ട് സ്തോത്രം. ഈ സഭയോർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഞാൻ വളരെ സ്നേഹിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജി ആൻഡ്രൂസ്, അദ്ദേഹത്തിൻ്റെ കുടുംബം, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റെനി, മറ്റ് കർത്താവിൻ്റെ ദാസന്മാരെ, ദൈവമക്കളെ എല്ലാവരെയും ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഇങ്ങനൊരു കൂട്ടായ്മ കർത്താവ് നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ മനസ്സ് തുറന്ന് ആരാധിപ്പാൻ ദൈവം നൽകിയ വലിയൊരു ഭാഗ്യത്തിനായിട്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഇന്ന് രാത്രി സന്തോഷത്തോടെ നമുക്ക് കർത്താവിനെ കാത്തിരിക്കാൻ. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. കർത്താവ് മാസത്തിൽ ഒരിക്കൽ മാത്രമല്ല അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അവൻ ഓരോ ദിവസവും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവൻ എന്ത് ചെയ്താലും അതൊരു അത്ഭുതമാണ്. അവൻ അത്ഭുതങ്ങളുടെ മന്ത്രി ആകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രതീക്ഷയോടായിരുന്നാട്ടെ. ഇന്ന് രാത്രി നിങ്ങളോട് പറയുവാൻ ആത്മാവിനെ ഏൽപ്പിച്ചിരിക്കുന്ന 1-2 ദൈവിക ആശയങ്ങളുണ്ട്. അത് പറഞ്ഞിട്ട് ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ, 1, 2, 3 വാക്യങ്ങൾ ഇന്ന് രാത്രി വായിക്കണം. വായിച്ചോളൂ. ആ വാക്യം മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം കണ്ണുകൾ അടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളെയും കണ്ണുകൾ അടഞ്ഞ് ഹൃദയം തുറന്ന് നാവ് തുറന്ന് 1 മിനിറ്റ് ഒന്ന് അന്യഭാഷ പറഞ്ഞ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ തരങ്ങളും ശബ്ദമുയർത്തി സ്തോത്രം ചെയ്ത് നാം വന്നിരിക്കുന്നത് മൗനാരാധനയ്ക്ക് വേണ്ടിയല്ല. ആമേ തകർത്ത ഇടിമുഴക്കം പോലെ ആമേ വെളിപ്പെടുന്ന ദൈവാരാധനയുടെ മുൻപിലാണ് നാം വന്നിരിക്കുന്നത്. സിനായ് പർവ്വതത്തിന്റെ നെറുകയിൽ ദൈവം ഇറങ്ങിയപ്പോൾ പർവ്വതം മുട്ടാട് പോലെ തുള്ളി എന്നാണ് വചനം വായിക്കുന്നത്. എല്ലാ അധരങ്ങളും തുറന്ന് ആമേൻ. എല്ലാ ദൈവമക്കളും മനസ്സ് തുറന്നൊന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, അവൻ ആത്മാവിൽ ദൈവത്തോട് മർമ്മങ്ങളെ പ്രസ്താവിക്കുകയാണ്. അവന്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കും. എല്ലാ അധരങ്ങളും തുറക്ക്, അധരങ്ങളെല്ലാം തുറക്ക്, എല്ലാ മനസ്സും തുറക്ക്. ഇന്ന് രാത്രി ഒരു സാധാരണ രാത്രിയാണ് നിങ്ങൾ ആമേൻ തീരുമാനിച്ചാൽ അത് അങ്ങനെ തന്നെ. എന്നാൽ മനസ്സിൽ പറ, ഇല്ല, ഇന്ന് രാത്രി എന്തോ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ വന്നതുപോലെ ദൈവം എന്നെ മടക്കി വിടത്തില്ല. അവന്റെ അഭിഷേകത്തിന്റെ വ്യാപാര ശക്തി ഒരു കടലിരമ്പുന്നത് പോലെ, ഒരു കാട്ടുതീ ആളി പടരുന്നത് പോലെ, ആമേ ഒരു അഗ്നിപർവ്വതം തിളച്ച് ലാവാവെളിയിൽ ചാടുന്നത് പോലെ അവന്റെ അഭിഷേകം ആ കരങ്ങളെ അടിച്ച്, ഒരുമിച്ച് കരങ്ങളെ അടിച്ച്, അയ്യോ ശക്തിയോടെ കരങ്ങളെ അടിച്ച്, എല്ലാ കരങ്ങളും ശക്തിയോടെ. റംധന റമസിയ. ആരാധന നിർബന്ധത്താൽ അരുത്. മനസ്സിന്റെ ആഴത്തിൽ നിന്ന് ആരാധിച്ചാട്ടെ. രാജാവും പ്രഭുക്കന്മാരും പണ്ഡിതനും പാമരനും ആണും പെണ്ണും ജീവനുള്ളതെല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ. ഓ ഹല്ലേലൂയ. ഓ ആരാധന, 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 ആരാധന. കരങ്ങൾ ഉയർത്തി. ഓ ആരാധന, 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 ആരാധന. തുല്യം ചൊല്ലാനാരും ഇല്ലേ,
അങ്ങെപ്പോ യേശുവേ തുല്യം ചൊല്ലാതാരും ഇല്ലേ. അങ്ങെപ്പോ യേശുവേ സ്നേഹമേ ജീവനേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ഓ ആരാധന 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 ആരാധന. ഞങ്ങളുടെ പ്രിയ കർത്താവേ, യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അടുത്തു വരികയാണ്. അവിടുത്തെ കൃപ ഞങ്ങളുടെ നടുവുള്ളതിനായി സ്തോത്രം. അവിടുത്തെ കരം നീട്ടി ഇന്ന് രാത്രി ഞങ്ങളെ തൊടാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ ഇന്ന് രാത്രി നമുക്ക് കർത്താവിനെ കാത്തിരിക്കാം. ഇന്ന് രാത്രി നമ്മോട് സംസാരിപ്പാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. വളരെ ശാന്തമായ ചില ദൂതുകൾ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു തുടങ്ങും. ആമേൻ. ഒരു യോഗത്തിനിടയ്ക്ക് ഇത്രയും സ്തോത്രം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. 25 യോത്രം ആമേൻ സ്തോത്രം പറഞ്ഞാൽ ഇവിടുന്ന് ഇറക്കി വിടും, അങ്ങനെയൊന്നുമില്ല. അകത്ത് ആത്മാവ് ദൂത് ഇടപെടുന്നുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ സ്തോത്രം പറഞ്ഞോണം. ഏതായാലും ഒരു കാര്യം ഇന്ന് രാത്രി എനിക്ക് ഉറപ്പാണ്. വചനം അക്ഷരമായി ഇരിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. അത് ശക്തി പ്രാപിച്ച് ആത്മമണ്ഡലം തുറക്കപ്പെടുമ്പോഴാണ് ആ വചനം വിടുതലായി മാറുന്നത്. മനസ്സിലാകുന്നവർ സ്തോത്രം ചെയ്താട്ടെ. ഞാൻ എപ്പോഴും വചനം വായിക്കുമ്പോൾ ഒരു സിംഹം എന്റെ നേരെ ചാടി വരുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാര്യം ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്തൊരു സിംഹമാണ് വചനം. അതൊരുത്തന്റെ മേൽ ചാടി വീണാൽ അവൻ മാത്രമല്ല, അവന്റെ പഞ്ചായത്ത് മൊത്തം അറിയും ഒരുത്തന്റെ മേൽ സിംഹം ചാടി വീണിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഈ ചെറിയ AC ആസ്വദിച്ചങ്ങിരിക്കരുത്. നല്ല മനസ്സ് തുറന്ന് ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞോണം. പ്രത്യേകിച്ച് ഞാൻ ഈ വായിച്ചിരിക്കുന്ന വാക്യം വെളിപ്പാട് പുസ്തകത്തിലെ വാക്യമാണ്. പാസ്റ്റർമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉറങ്ങാൻ ഇതുപോലെ സുഖമുള്ളൊരു പുസ്തകം വേറെ ഇല്ലെന്ന്. ചുമ്മാ വായിച്ചു കൊടുത്താൽ മതി. 25 ദിവസമായിട്ട് ഉറങ്ങാത്ത പുള്ളി ചുമ്മാ ഇരുന്നങ്ങ് ഉറങ്ങിക്കോളും. കാര്യം പിശാചിന് ഒട്ടും ഇഷ്ടമില്ലാത്ത പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് രാത്രി കണ്ണു തുറന്നിരുന്നു, കർത്താവ് നമ്മോട് സംസാരിക്കാൻ പോകുകയാണ്. ഞാനൊരു വലിയ ദൈവമഹത്വം ഇന്ന് രാത്രി ആത്മാവിൽ ദർശിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറയാം. യോഗത്തിന്റെ അവസാനമല്ല പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത്. തുടക്കം മുതലേ ആളിവിടെ ഉണ്ട്. പക്ഷേ മിനിസ്ട്രി ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മൾ ലാസ്റ്റ് ടൈം തിരഞ്ഞെടുക്കുന്നത് കൊണ്ടും നമ്മുടെ ആളുകൾ അവസാനമേ ആരാധിക്കത്തുള്ളല്ലോ, അങ്ങനെ ഒരു കുഴപ്പമുള്ളത് കൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടാകുന്നത്. പക്ഷെ ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. പിശാച് എഴുതി വെച്ചിരിക്കുന്ന ചില ദുർവിധികൾ യേശു തന്റെ രക്തമൊഴിച്ച് ഇന്ന് രാത്രി മായ്ക്കാൻ പോകുകയാണ്. നിങ്ങളുടെ തലമുറകൾ ഏത് കോളേജിൽ പഠിക്കുന്നു, ഏത് സ്കൂളിൽ പഠിക്കുന്നു, അവരിപ്പോൾ എവിടെ ഉണ്ട്, അത് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു വെച്ചോ. അവരുടെ കെട്ട് ഇന്ന് രാത്രി ദൈവം പൊട്ടിക്കാൻ പോവാ. ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്ന മസ്കലിലാണ്, പക്ഷെ അവർ പഠിക്കുന്ന ബാംഗ്ലൂർ ആണെങ്കിൽ എരച്ചു പോകും ദൈവത്തിന്റെ വചനം കാറ്റിന്റെ ചിറകിലിരുന്ന് പറന്ന്. കാര്യം എന്നോട് ദൈവാത്മാവ് പറയുന്നു, കേട് വരുത്താൻ ഒരു പിശാച് ഉണ്ടെങ്കിൽ കേട് മാറ്റുന്ന ഒരു അടയാളം ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്റെ ഈ ഫീഡ്ബാക്കിന്റെ ഓളി എനിക്ക് കുറച്ച് തരണേ. ഈ ഇരിക്കുന്നതിന്റെ ഇതിന്റെ കൂട്ടിത്തറച്ച ഈ 7-ാം അധ്യായത്തിലെ വാക്യം ഇതാണ്. അതിന്റെ ശേഷം ഭൂമി മേലും കടലിന്റെ മേലും യാതൊരു വൃക്ഷത്തിന്റെ മേലും കാറ്റ് ഊതാതെ ഇരിക്കേണ്ടതിന് മതി. ഇനി അതൊന്ന് വിട്ടേച്ചില്ലെന്ന് ഇറങ്ങിക്കോ. ആമേൻ. താങ്ക് യു. യാതൊരു വൃക്ഷത്തിന്റെ മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 കാറ്റുകളെ പിടിച്ചുകൊണ്ട് 4 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അത് കണ്ടവർ മാത്രം ഒന്ന് സ്വോത്രം പറഞ്ഞേ. ആമേൻ. അപ്പൊ എനിക്ക് തുടക്കത്തിലെ ഒരു മർമ്മം മനസ്സിലായി. ലോകത്തിൽ ഒരു മനുഷ്യനും പിടിച്ച കിട്ടുകയില്ലാത്തൊരു സാധനമായി കാറ്റെന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഇവിടെ ഫാൻ ഓൺ ചെയ്തതിന്റെ കാറ്റ് ഇതിനകത്തോടെ ഇങ്ങനെ പാറി പറക്കുമ്പോ, ഞങ്ങളുടെ വീട്ടിൽ ഫാനില്ല, അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് കാറ്റിനെ പിടിച്ചുകൊണ്ട് പോകാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ മണ്ടൻ. കാര്യം കാറ്റിനെ പിടിച്ചാൽ കിട്ടില്ല. ആമേൻ പറഞ്ഞേ. 2, കാറ്റ് കാണാൻ പറ്റില്ല. ഞാൻ ഏതോ ഒരു സഭയിൽ ചെന്ന് ചരനോട് ചോദിച്ചു, കാറ്റ് കാണാവോന്ന്.
എന്നവർ ഒരു അമ്മച്ചി ചാടിക്കയറി പറഞ്ഞു തുണി അനങ്ങുന്നുണ്ടെന്ന്. ഞാൻ ചോദിച്ചു തുണിയുടെ കാര്യമല്ല, കാറ്റ് കാണാവോ എന്നാ എന്റെ ചോദ്യം. കാണില്ല. കാര്യം നമ്മുടെ കണ്ണിന് പിടിതരാത്ത സാധനമാ കാറ്റ്. 2, നമ്മുടെ കൈക്ക് ഈ സാധനം പിടിതരില്ല. 3, ഇയാൾ എവിടുന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു ഒരറിവും ഉണ്ടാകത്തില്ല. അതാണ് സഭാപ്രസംഗി 11:4 പറയുന്നത്, കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും മനുഷ്യ നീ അറിയുന്നില്ല. അപ്പൊ ഇന്ന് രാത്രി എല്ലാം അറിയാന്ന് പറഞ്ഞ് ആരെങ്കിലും ബലം പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ശ്വാസം വലിച്ചു വിട്ടു, നിനക്കൊന്നും അറിയത്തില്ല. കാറ്റ് എവിടുന്നാ വരുന്നെന്ന് അറിയത്തില്ല, എങ്ങോട്ട് പോകുന്നെന്ന് അറിയത്തില്ല. പിന്നെ പഠിച്ചത് ഏതാണ്ടൊക്കെ ഓർമ്മയിലുണ്ട് പണ്ടങ്ങാണ്ടൊക്കെ. അതല്ല, ഒത്തിരി കാര്യം നമുക്ക് അറിയാനുണ്ട്. അപ്പൊ കാറ്റിനെ കുറിച്ച് 3 കാര്യം ഓർത്തോണം. എവിടുന്ന് വരുന്നു എന്നറിയത്തില്ല, എങ്ങോട്ട് പോകുന്നു എന്നറിയത്തില്ല, ഈ സാധനത്തിനെ കാണാൻ പറ്റുകയില്ല, ഇയാളെ പിടിക്കാനും പറ്റുകയില്ല. പക്ഷേ 7-ാം അധ്യായം തുടങ്ങിയപ്പോഴേ എൻ്റെ അകത്തൊരു തുള്ളല്. എൻ്റെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു, കാറ്റിനെ പിടിച്ചുകൊണ്ട് ദൂതന്മാർ 4 ദിക്കിൽ നിൽക്കുന്നു. അപ്പൊ ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ആർക്കും പിടിതരാത്തതിനെ പിടിക്കുന്ന ദൂതൻ സ്വർഗത്തിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിന് ഈ സ്വോത്രം പോരായിരുന്നല്ലോ. നല്ല ആമേൻ ആമേൻ ആമേൻ. സ്വോത്രം പറഞ്ഞു തുടങ്ങിക്കോ. ആമേൻ. ആർക്കും പിടികൊടുക്കാത്തതുണ്ടെങ്കിൽ സ്വോത്രം പറഞ്ഞാൽ മതി. ആമേ. ഇന്ന് രാത്രി അതിനെ പിടിക്കാൻ ഒരു ദൂതൻ ആകാശം ചായിച്ചിറങ്ങാൻ പോകയാ. ആമേൻ. 4 ദൂതന്മാർ 4 കാറ്റ്. ഈ കാറ്റിന്റെ പ്രത്യേകത, ഈ കാറ്റിന് ഇളകി വന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഭൂമിക്ക് കേട്, വൃക്ഷത്തിന് കേട്, സമുദ്രത്തിന് കേട്. ഈ 3 മണ്ഡലങ്ങളിൽ നാശം വിതയ്ക്കുവാൻ, നിങ്ങളുടെ നാട്ടിൽ പണ്ട് ഗോനു വന്നതുപോലെ നാശം വിതയ്ക്കുവാൻ ക്രൗര്യം തേറ്റപ്പലുമായി ആമേൻ വരാൻ പോകുക ഒരു കാറ്റ്. 4 ദൂതന്മാർ 4 ആമേൻ കാറ്റുകളെ പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് തമ്പുരാൻ വിളിച്ചു പറഞ്ഞു, വിടരുത്. ആരെ? പറ, എന്നോട് കൂടെ വാ. വിടരുത്. ആരെ? കാറ്റിനെ വിടരുത്. എനിക്കൊരു ശുശ്രൂഷ ചെയ്ത് തീർക്കാനുണ്ട്. എന്റെ ദാസന്മാരുടെ നെറ്റിയിൽ എനിക്കൊരു അടയാളം ഇടണം. ഇട്ട് കഴിഞ്ഞു വിട്ടു. ആമേൻ ആമേൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? ഈ അടയാളം ഒരാളുടെ നെറ്റിയിലോട്ട് വീണാൽ ഭൂമിയെ കാറ്റ് നശിപ്പിച്ചാലും ഭൂമിയിൽ നിൽക്കുന്ന അവനെ നശിപ്പിക്കാൻ പറ്റത്തില്ലെന്നല്ലേ അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി ബലഹീനമായ സ്വോത്രം, ഒരു നല്ല ആരോഗ്യമുള്ള സ്വോത്രം പറഞ്ഞേ. അപ്പൊ ഭൂമി ഇളകിയാലും അടയാളമിട്ടവനെ തൊടാൻ ആ കാറ്റിന് പറ്റത്തില്ലെങ്കിൽ ഈ വീണ അടയാളം ഒരു സൂപ്പർ അടയാളമാ. ആ അടയാളം ഇന്ന് രാത്രി ദൈവം നിന്റെ മേൽ പതിക്കാൻ പോവാ. അതാ ഈ 1-ാമത്തെ രാത്രിയുടെ പ്രത്യേകത. ആമേൻ. നാളെ തൊട്ട് നിങ്ങൾ പേടിക്കട്ടെ, ഇടിഞ്ഞളയ ആള് വരെ. ഒരു സ്വോത്രം പറഞ്ഞേ. ആമേ. യോഗം കഴിഞ്ഞ് പോകുമ്പോൾ അടുത്ത് ശൂന്യമായിട്ട് കിടക്കുന്ന കസേരയിലൂടെ കൈവച്ച് സ്വോത്രം പറയണം. കർത്താവേ, ഒരിക്കലും യോഗത്തിന് പോകാത്തവരും നാളെ ഈ കസേരയിൽ ഇരിക്കാൻ പോകുന്നതിനായിട്ട് സ്വോത്രം. ഒരിക്കലും സ്വോത്രം പറയാത്തൊരു ഈ കസേര വന്നിരുന്ന് സ്വോത്രം പറയുന്നതിനായിട്ട് ഒരു സ്വോത്രം കൂടെ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുകയോ, എന്റെ അടയാളം ഒരുവന്റെ മേൽ വീണാൽ അവനെ തൊടാൻ ഒരു കാറ്റിനും സാധ്യമല്ല. ഇതാണ് ആ വാക്യത്തിന്റെ മുൻപോട്ട് വരുമ്പോൾ കിടക്കുന്ന ആശയങ്ങൾ. എന്നിട്ട് ദൈവാത്മാവ് പറയുന്നു, ഞാൻ ആ അടയാളം ഇട്ട് കഴിഞ്ഞാൽ കാറ്റിനെ അഴിച്ചു വിട്ടു. എന്തിനാ ഈ അടയാളം ഇട്ടെന്ന് അവിടെ തന്നെ പറയുന്നുണ്ട്. കേട് വരാതിരിക്കാൻ. ചേർന്ന് പറഞ്ഞേ, ഒച്ചത്തിൽ പറ. കേട് വരാതിരിക്കാൻ. അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ കാറ്റിന്റെ അകത്ത് കേടുവരുത്തുന്ന ഏതൊക്കെയോ വ്യാപാരങ്ങൾ ഇരിപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ കൊണ്ടുവന്നത് നീ പോലും അറിയാതെ നിന്റെ ജീവിതത്തിന് കേടുവരുത്തുവാൻ നിന്റെ പിന്നാമ്പുറങ്ങളിൽ മറഞ്ഞു കിടക്കുന്നത് എന്തോ അതിന്റെ നടുവിൽ നീ പെട്ടുപോകാതിരിക്കാൻ ഒരു അടയാളം ദൈവം ഇന്ന് രാത്രി നിനക്ക് പതിക്കാൻ പോകുകയാ. അത് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിനൊരു നല്ല സ്തോത്രം ആർത്ത് വിളിച്ച് ദൈവത്തിനൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ദൈവാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, കേടുവരുത്തരുത്. ഇരമയ പ്രവാചകന്റെ പുസ്തകം 1-2 വാക്യം ഞാൻ വായിച്ചിട്ട് മുൻപോട്ട് പോകാം. ഇരമയ പ്രവാചകന്റെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ 1-2 വാക്യം കിടപ്പുണ്ട്. പെട്ടെന്നൊന്ന് വായിക്കാമെങ്കിൽ കർത്താവിന്റെ ദാസന്മാരുടെ കയ്യിൽ ആരുടെങ്കിലും ഒരു മൈക്ക് കിട്ടുകയാണെങ്കിൽ സംഭവം ഒക്കെ ആയനെ. 7-ാമത്തെ വാക്യം കൂടെ വായിച്ചാൽ മതി, സമയം പോകുന്നു. ഞാൻ പ്രാർത്ഥന വായിച്ചു. ഓക്കെ, ഞാൻ ആ ദൂതന്റെ റൂട്ടിലുള്ളത് കയറാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിനോട് ആരും ഭയങ്കര ക്ഷണിച്ചൊന്നും പോകരുത്. ഞാനൊരു ദൂതിലോട്ട് വരുന്നതേ ഉള്ളൂ. ഞാൻ കാട് പടപ്പം വെട്ടി
വഴിതെളിച്ച് വരികയാണ്. എനിക്കൊരു ദൂതിനകത്ത് കയറണം. ഒരു 10 മണിയാകുമ്പോൾ അതിനകത്ത് കയറി 10 മിനിറ്റ് നാലാഴ്ച വീട്ടിൽ പോകുന്ന ഇതല്ല ഞാൻ ഇരിക്കുന്നത്. സ്വതന്ത്രം പറഞ്ഞു, നല്ല സ്വതന്ത്രം പറയാൻ. ഇത് കേട്ടോ 13-ാം അധ്യായത്തിൽ ഒരു വാക്യം, ഒരു 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 ചണനൂലിന്റെ കച്ച വാങ്ങാൻ ദൈവാത്മ പറയുന്നു. ആ കച്ചയെ കുറിച്ച് ആത്മാവ് പറയുന്നതാണ്, ആ ചണനൂൽ കച്ച വെള്ളത്തിൽ മുക്കരുത്. എന്ത് ചെയ്യരുത്? വെള്ളത്തിൽ മുക്കരുത്. എന്നിട്ട് ദൈവാത്മ പറയുന്നു, ആ കച്ച കൊണ്ടു ഫ്രാത്ത് എന്ന കൂറ്റൻ നദിയുടെ അരികിൽ ഒരു പാറയുടെ വിള്ളലിൽ മണ്ണിൽ അത് മറച്ചു വെക്കുക. എന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞു, കുറച്ച് നാൾ ഇനി നീ ചെന്ന് തപ്പി നോക്ക്, അത് മാന്തി നോക്ക്. ഇയാൾ അവിടെ ചെന്നത് മാന്തി എടുത്തപ്പോഴുള്ള വാക്യമാണ് 7-ാമത്തെ വാക്യം. അത് ഒന്നിനും കൊള്ളാതെ, അങ്ങനെയല്ലേ വായിച്ചത്? അത് കേടുപിടിച്ചു എന്നുള്ള വാക്യം വായിക്കും. കേടുപിടിച്ചു എന്നുള്ള വാക്യം അവിടെ കിടപ്പുണ്ട്. ഒന്നിനും കൊള്ളരുതാതെ അത് കേടുപിടിച്ച് കിടക്കുന്നതാണ് കണ്ടത്. അപ്പോ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണേ. എന്നിട്ട് ആ കച്ചയെ കുറിച്ച് ദൈവാത്മാവ് പറയുകയാണ്, ഒരു പുരുഷന്റെ അരയോട് ഒരു കച്ച, ഒരു വസ്ത്രം പ്രമോദമായി ചുറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേലിനെ എന്റെ അരയിൽ ചുറ്റി എന്റെ മഹത്വമാകാൻ അവരെ തെരഞ്ഞെടുത്തത്. പക്ഷേ അവരുടെ പ്രവർത്തികളാൽ അവർ മൂടപ്പെട്ടിട്ട് അവർ ഒന്നിനും കൊള്ളാതെ അവർ തന്നെ കേടുപിടിച്ചു പോയി. ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തോണം, കേടുപിടിച്ച കച്ചയെ കൈവിട്ട ദൈവമല്ല ഇന്ന് രാത്രി എന്റെ ദൈവം. അവൻ പറയുന്നു, ആ കച്ച ഇന്ന് രാത്രി തന്നെ മാന്തി എടുക്കണമെന്ന്. എത്ര പേര് സഹോദരൻ പറയുന്നുണ്ട്? മാന്തി എടുക്കണം. അപ്പൊ ഇന്ന് രാത്രി ഓർത്തോണം, മൂടിക്കളഞ്ഞ ചിലത് മാന്തി എടുക്കുന്ന രാത്രിയായി ഇന്ന് രാത്രി. എത്ര പേര് സ്വതന്ത്രം പറയുന്നുണ്ട്? ഓക്കെ, ആ ദൂതിന്റെ അടുത്ത ഭാഗം, അതൊന്നും എന്റെ വിഷയമല്ലാത്തോടെ ഞാൻ ഓടി പോണെന്ന്. അതിന്റെ അടുത്ത ഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വരുമ്പോൾ, ഈ കർത്താവിന്റെ ദാസനെ എടുത്ത് സിംഹത്തിന്റെ കുഴിയിലോട്ടിട്ട് വെച്ച് അതിരാവിലെ സമയത്ത് മുട്ടമഞ്ഞം തട്ടിമാറ്റി രാജാവ് ഗുഹയുടെ കവാടത്തിൽ വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്ന അവിടെ എഴുതിയിട്ടുണ്ട്, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, ഒരൊറ്റ വിളിയാ, ദാനിയേലേ. എന്നിട്ട് ചോദിക്കുന്നു, ദൈവം നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? അന്നേരം ദാനിയേലിന്റെ മറുപടി, എന്റെ പൊന്നു രാജാവേ, എനിക്ക് കേട് വരാതിരിക്കാൻ, ആ പദം കേട്ടോ, എനിക്ക് കേട് വരാതിരിക്കാൻ സിംഹത്തിന്റെ വായ എന്റെ ദൈവം അടച്ചു കളഞ്ഞു. എന്റെ ഭാഷ പറഞ്ഞ സെല്ലോട്ടേപ്പൂണ് നമ്മൾ ചുറ്റുന്നത് പോലെ രാത്രി വന്നിച്ച് സിംഹത്തിന്റെ എല്ലാം വാ പിടിച്ച് തമ്പുരാൻ ഇങ്ങനെ ചുറ്റി വെച്ചു. എന്റെ ഭാഷ പറഞ്ഞാൽ അനങ്ങുന്ന മെത്തയുടെ മുകളിൽ ആദ്യം കിടന്ന ഒരു അഭിഷിക്തൻ ആരാന്ന് ചോദിച്ചാൽ ദാനിയേൽ. അന്ന് ഞാൻ ചാടി പറയും, നിങ്ങൾ എത്ര പേര് സ്വോത്രം പറയും? കണ്ടോ, ഒരു അഭിഷിക്തൻ അനങ്ങുന്ന മെത്തയുടെ മുകളിൽ കിടന്ന് ശരിക്കുറക്കം. നമ്മുടെയൊക്കെ മെത്ത നമ്മൾ അനക്കിയാലേ അനങ്ങത്തുള്ളൂ, ദാനിയേലിന്റെ മെത്ത തന്നെ അനങ്ങ. ദാനിയേൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ എട്ടോണം ബാബിലോണ്യ ശക്തികൾ നിനക്കെതിരെ സിംഹക്കൂറ്റന്മാരെ കാടളക്കി വിട്ടാലും കൃപയുള്ള ദൈവ പൈതൽ പറയണം, അതിന്റെ വായടച്ച് എനിക്ക് കേടുവരാതിരിക്കുവാൻ അതിന്റെ വായടച്ച് എന്നെ പരിപാലിക്കുന്ന ദൈവം. വിശ്വസിക്കുന്നവരാ കാര്യങ്ങളെ അടിച്ച് ദൈവത്തിന് സ്വോത്രം കൊടുത്താട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധമ പറയുന്നു, നിന്റെ ശുശ്രൂഷ തകർത്ത് കളയുവാൻ, നിന്റെ തലമുറയെ തകർത്ത് കളയുവാൻ, നിന്റെ വെളിപ്പാട് തകർത്ത് കളയുവാൻ, നിന്റെ ആരാധന തകർത്ത് കളയുവാൻ അന്ധകാര പിശാചുക്കൾ കാടളക്കി വിടുന്ന പാതാള ദുഷ്ടശക്തികളുടെ വായടച്ച് 2010 നിന്നെ മാനിപ്പാൻ കഴിവുള്ള ദൈവം ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി ശരിക്കും അത് ആത്മാവിൽ ഒരു കാര്യം കാണുന്നുണ്ട്. കാടളക്കി വിടുന്ന ഈ സിംഹത്തെയും വായടയ്ക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന്. നല്ലൊരു ഹല്ലേലൂയ. ആമേൻ. അതാ ദൈവം. ഇനി ഞാൻ 7-ാം അധ്യായത്തിൽ വരുന്നു. ഞാൻ ആ ടോപ്പിക്കിലേക്ക് വരികയാണ്. 7-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ദൈവാത്മാ പറഞ്ഞു, ഞാനൊരു അടയാളം ഇടട്ടെ, ഒരു മുദ്ര വെക്കട്ടെ. ഈ മുദ്ര നിന്റെ മേൽ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് കേടുവരാതിരിക്കൂ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരാമയും പറഞ്ഞു നോക്കി, എങ്ങനെ ഉണ്ടെന്ന് അറിയട്ടെ. ഈ ഒരു അടയാളം ബൈബിളിനകത്ത് ആകെ 3 മുദ്രയുണ്ട്. ഒന്ന് ന്യായപ്രമാണകാല മുദ്ര, എഹെസ്കേൽ 9-ാം അധ്യായമാണെന്ന് തോന്നിക്കുന്നു. 2 കൃപായുഗ മുദ്ര, 3 സഹസ്രാബ്ദകാല മുദ്ര. ന്യായപ്രമാണകാല മുദ്ര
നമുക്ക് നല്ല രസമായിട്ട് പഠിക്കാനുണ്ട്. അതൊന്നും ഇന്ന് രാത്രി പ്രസംഗിച്ചാൽ എങ്ങും എത്തുകയില്ല. അതുകൊണ്ടാണ്. സ്തോത്രം. രണ്ടാമത് കൃപായുഗമുദ്ര, ആത്മാവിന്റെ അച്ചാര, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മുടെ മേൽ എന്ത് ചെയ്തിരിക്കുന്നു? മുദ്രയിട്ടിരിക്കുന്നു. ആ മുദ്രയുള്ളവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്നല്ലെങ്കിൽ നാളെ യേശു കർത്താവ് മടങ്ങി വരും. എത്ര പേര് സന്തോഷത്തോടെ ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് മടങ്ങി വരും. കർത്താവ് തൻ ഗംഭീരനാഥത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടെ ഇറങ്ങി വരുമ്പോൾ അന്ന് 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, കടലിന്റെ അടിത്തട്ടിൽ മറഞ്ഞുപോയ ആമേ സിംഹങ്ങൾ ചവച്ചു വിഴുങ്ങിയ, തീകൾ കരിച്ചു കളഞ്ഞ അഭിഷിക്തന്മാരെ ആമേൻ ആചാരത്തിന്റെ അകത്തുനിന്ന് എന്റെ ദൈവം അവിടുന്ന് പറിച്ചെടുത്തിട്ട് അവരെയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്നൊരു പോക്കേണ്ടത് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി എത്ര പേര് പറയും, ഹേ മരണമേ നിന്റെ ജയം എവിടെ, പാതാളമേ നിന്റെ വിഷമുള്ളവിടെ? കാരണം എന്റെ മേൽ ആചാരമായി കിടക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ മുദ്രയുണ്ട്. അതുള്ളിടത്തോളം കാലം ആമേ അവന്റെ കാഹളം ധ്വനിച്ച് ഞാൻ പൊങ്ങിയിരിക്കും. സ്തോത്രം. ആ പ്രത്യാശയുള്ളവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഓക്കെ, അതാണ് ആമേൻ കൃപായുഗ മുദ്ര. ഇനി സഹസ്രാബ്ദകാല മുദ്രയുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വായിച്ച വാക്യം. അപ്പൊ ഒരടയാളമുള്ളവർക്ക് എന്തൊക്കെയോ പരിപാലനം ഉണ്ട്. അത് മനസ്സിലാകുന്ന ഒരു നല്ല സ്തോത്രം പറഞ്ഞ്. നാട്ടുമ്പുറത്തൊരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾ ആരോടും പറയരുത് ഞാൻ പറഞ്ഞെന്ന്. സ്തോത്രം. ആമേൻ. ഈ തേക്കും തടിക്കും തെമ്മാടിക്കും എവിടെയും കിടക്കാന്നാ പറയുന്നത്. ആമേൻ. ആർക്കൊക്കെയാ? ഒന്ന് തേക്കിന്റെ തടി, 2 തെമ്മാടി. ഈ 2 കൂട്ടർക്കും എവിടെ വെള്ളം കിടക്കാൻ. കാര്യം ഇവരെ ആരും ഉപദ്രവിക്കാൻ പോലെ. കാര്യം ഇവരുടെ 2 പേരുടെ ദേഹത്ത് ഓരോ സീല് കാണും. സ്തോത്രം. വീടിന്റെ വാതിൽക്കൽ കിടക്കുന്ന തേക്കും തടി എടുത്ത് വീടിനൊരു പാല വിട്ടു പോയെങ്കിൽ നമ്മൾ പിന്നെ ആമേൻ ജയിലിന്റെ അകത്ത് പോകേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു ശുശ്രൂഷം ചെയ്യേണ്ട, ചുമ്മാ അവർ കൊണ്ടുപോയിക്കൊള്ളും. കാര്യം അതിന്റെ മേലൊരു അടയാളം കിടക്കുക. ഇന്ന് രാത്രി ഞാനത് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. എടാ, റോമാ ഗവൺമെന്റ് അടയാളം വെച്ച കല്ലറയുടെ മുദ്ര വെച്ച ആ കല്ലറയുടെ കല്ല് ദൂതൻ തള്ളി മാറ്റിയപ്പോ ആത്മാവ് മുദ്ര വെച്ച യേശുവിനെ തൊടാൻ ആർക്കും പറ്റിയിട്ടില്ല. എത്ര പേര് സ്തോത്രം ചെയ്യുന്നുണ്ട്? കുറ്റവാളികളെ കൊണ്ടുപോകുന്ന റോമാ ഗവൺമെന്റിന്റെ എംബ്ലമുള്ള കപ്പല് ആമേ അദ്രിയക്കടലിൽ ഉടഞ്ഞു പോയപ്പോൾ ആത്മാവിന്റെ മുദ്രയുള്ള പൗലോസിനെ തൊടാൻ ലോകത്തിന് ഒരു ശക്തിക്ക് കഴിഞ്ഞില്ല. മനസ്സിലാകുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ലോകത്തിലേക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്നാന്ന് ആമേ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ആ മുദ്ര കിട്ടുന്നതാ. നല്ല രാമൻ പറഞ്ഞ് ഹല്ലേലൂയ. ഇന്ന് രാത്രി അടയാളം കിട്ടിയവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനൊരു അടയാളത്തെ കുറിച്ച് ഇന്ന് രാത്രി പറയാൻ പോവാ. എനിക്ക് ചാടി പറഞ്ഞ ഒന്നും പറയാൻ പറ്റുകയില്ലാത്തൊരു ദൂത ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഞാനൊരു അടയാളം കേൾക്കാൻ താല്പര്യമുള്ളൊരു മാത്രം സ്വത്രം പറഞ്ഞ്. ഇന്ന് എന്ത് വന്നാലും 2 അന്യഭാഷ പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നിർത്തത്തുള്ളൂ. സ്വത്രം പറഞ്ഞേര്. അതാ പരിപാടി. സ്തോത്രം. ഒരടയാളം. ആമേ എത്ര പേര് ചേർന്ന് പറയും, അടയാളം ഉള്ളവനെ തൊടാൻ ആർക്കും പറ്റുകയില്ല? ഒന്ന് പറഞ്ഞേ. അടയാളം 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 അടയാളം. സ്തോത്രം. ബെൻസിന്റെ കാറിനില്ലേ ഒരു എംബ്ലം? ആ എംബ്ലത്തിന് തന്നെ ഒരു അന്തസ്സില്ലേ? മിണ്ടുന്നില്ല. ആ എംബ്ലത്തില്ലേ? BMW കാറിനില്ലേ ഒരു എംബ്ലം? അതിനൊരു അന്തസ്സില്ലേ? സ്തോത്രം. ഞങ്ങൾ കേരളത്തിൽ ചേർന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാരണം ഞങ്ങൾക്കും എംബ്ലം ഉണ്ട്. നിങ്ങളുടെ എംബ്ലം പോലെ തന്നെ ഞങ്ങൾക്കും എംബ്ലം ഉണ്ട്. അത് ഞങ്ങൾക്കും ഉണ്ടൊരു അന്തസ്. അപ്പൊ ഓർത്തോണം, ഒരടയാളം. ഇന്ന് രാത്രി ഞാൻ പറയാൻ പോകുന്ന ഒരടയാളം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. ഞാൻ പറയാൻ പോണ അടയാളം ഇതൊന്നുമല്ല. യേശുവിന്റെ രക്തം കൊണ്ട് നമുക്കൊരു അടയാളം ഇട്ടിട്ടുണ്ട്. ആമേൻ. ആ അടയാളത്തെ കുറിച്ച് എത്ര പേർക്ക് അത് കേൾക്കാൻ? എനിക്കറിയാം പിശാചിനൊട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായി യേശുവിന്റെ രക്താടയാളം. പാട്ടുകാരൻ തന്നെ പറഞ്ഞു, ഓ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ച്, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ച് കാഹളങ്ങൾ ഊതിടുമ്പോൾ. അവരുടെ മൈക്കിന്റെ വോളിയം കുറച്ചു വെച്ചാലും അവരൂതിയാൽ മണ്ണ് വിറയ്ക്കും. കാര്യം എന്താണെന്നറിയാവോ? അവരുടെ മേൽ രക്തത്തിന്റെ മുദ്ര കിടക്കുകയാണ്.
ഞാൻ ആ ദൂത പറയാൻ പോണം, എന്നോട് കൂടെ ഇനി വന്നോണം. ആമേ. ഇനി ഞാൻ ചിലപ്പോ ചാടിയെന്നിരിക്കും, നിങ്ങൾ ചാടണമെന്നിരിക്കും നിർബന്ധമില്ല. ഞാൻ ചിലപ്പോ ഒച്ചത്തിൽ അലറിയെന്നിരിക്കും, നിങ്ങൾ അലറണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, കാറ്റടിച്ചാൽ വൃക്ഷം അനങ്ങിയിരിക്കും, കാർ ഓടിയാൽ പൊടി പറന്നിരിക്കും. കാരണം ഇന്ന് രാത്രി യോഗം യേശുവിന്റെ രക്തത്തിന് ഞാൻ കൈമാറാൻ പോകുകയാണ്. എനിക്ക് വലിയ നിർബന്ധമുണ്ട്, പ്രസംഗങ്ങളുടെ വാക്ചാതുര്യം കൊണ്ട് ആരും ഇളകരുത്. ആമേ. അങ്ങനെ ഇളകുന്നുണ്ടെങ്കിൽ ആ യോഗം വേസ്റ്റ് ആണ്, ഒരു ടേസ്റ്റ് കാണത്തില്ല. ആത്മാവ് നിങ്ങളുടെ അകത്തിളകിയിട്ട് ഇങ്ങനെ സ്തോത്രം നാക്കേന്ന് വരരുത്. അങ്ങ് അടിവയറ്റിൽ ഇങ്ങനെ തിളച്ച് വന്ന് തൊണ്ടക്കുഴി പൊട്ടിച്ചത് പുറത്തോട്ട് വരണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ ദൈവത്തിന് ഹല്ലേലൂയ പറയുന്നു? ചേർന്ന് പറഞ്ഞേ, യേശുവിന്റെ രക്തം. ലോകത്തിൽ ആരുടെ കയ്യോ കാലോ മുറിഞ്ഞാലും ആ രക്തം പട്ടാന്ന് കട്ട പിടിക്കും. 2000 വർഷം കഴിഞ്ഞിട്ട് ഇന്നും കട്ട പിടിക്കാതെ ഒഴുകുന്ന രക്തം. സ്തോത്രം. ഈ രക്തത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ വണ്ടി അടിഞ്ഞുകൊണ്ട് പോന്നപ്പോ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ രക്തം കൊണ്ട് ആർക്ക് എന്നാ ഗുണം കിട്ടിയെന്ന്. ഞാൻ പെട്ടെന്ന് എന്റെ ബൈബിൾ ഇങ്ങനെ കൈ പിടിച്ച് ഞാൻ തന്നെ ചോദിക്കുക, ഈ രക്തം കൊണ്ട് ആർക്ക് എന്നാ ഗുണം കിട്ടി? അന്നേരം പെട്ടെന്ന് യൂദാ എന്നോട് പറഞ്ഞു, എനിക്ക് 30 രൂപ കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെയാ വാക്യം. കുറ്റമില്ലാത്ത രക്തത്തെ ഊറ്റിക്കൊടുത്ത പുള്ളിക്ക് എത്ര രൂപ കിട്ടി? അപ്പോ യേശുവിന്റെ രക്തം കൊണ്ട് യൂദായ്ക്ക് ഉണ്ടായ ഗുണം 30 രൂപ, 30 വെള്ളിക്കാശ്. പീലാത്തോസിനോട് ഞാൻ ചോദിച്ചു, ഈ രക്തം കൊണ്ട് ഇയാൾക്ക് എന്നാ ഗുണം ഉണ്ടായെന്ന്. പുള്ളി എന്നോട് പറഞ്ഞു, ആ രക്തം കൊണ്ട് എനിക്ക് എന്റെ അധികാര കസേര ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ പറ്റിയെന്ന്. കണ്ടോ, ആ രക്തത്തെ ഒറ്റ കൊടുത്തപ്പോഴാണ് പുള്ളിക്കാരനെ കുറെ നാളും കൂടെ അവിടെ അങ്ങ് ഇരുത്തിയത്. അന്നേരം ഞാൻ പിന്നെ ചോദിച്ചു, ഈ രക്തം കൊണ്ട് വേറെ ആർക്കെങ്കിലും ഗുണം ഉണ്ടായോ? അന്നേരം ഒരു പടയാളി ചാടിക്കയറി പറഞ്ഞു, ഞങ്ങൾക്ക് ഓരോ വസ്ത്രത്തിന്റെ കഷണം കിട്ടിയെന്ന് പറഞ്ഞു. സ്തോത്രം. പെട്ടെന്ന് ഒരു പറ്റം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പറയുകയാ, പീലാത്തോസിന് കസേരയും യൂദയ്ക്ക് 30 രൂപയും പടയാളിക്ക് ഉടുപ്പും കിട്ടി. ആ രക്തം കൊണ്ട് എനിക്ക് ദൈവത്തോട് നിരപ്പ് കിട്ടിയിരിക്കുകയാണ്. എത്ര പേര് അക്കാര്യങ്ങളെ ആടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കൂ. ഇന്ന് രാത്രി ആമേ, യേശുവിന്റെ രക്തം കൊണ്ട് പലർക്കും പലരാകുന്നു. ഇന്ന് രാത്രി നിനക്ക് ദൈവത്തോട് നിരപ്പ് കിട്ടിയിരിക്കുകയാ. എത്ര പേർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു? വളരെ ഫ്രീ ആയിട്ടിരുന്നേ. ഇരുമ്പൊലൊക്കെ വിഴുങ്ങി അതുപോലെ യോജിക്കാതെ വളരെ ഫ്രീ ആയിട്ടിരുന്നേ. നമ്മൾ ചിന്തിക്കുന്ന യേശുവിന്റെ രക്തത്തെ കുറിച്ചാണ്. ആമേൻ. ഈ രക്തത്തെ കുറിച്ച് ഞാൻ പ്രസംഗിക്കണമെങ്കിൽ, ആ രക്തം പൊട്ടി പുറത്തു വരണമെങ്കിൽ പുറന്തോല് പൊട്ടണം. ആ രക്തം ആദ്യം വെളിയിൽ വന്നത് ഗെത്സമന തോട്ടത്തിൽ വെച്ചാ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഹല്ലേലൂയ. എന്റെ ബൈബിൾ പറയുന്നു, അവന്റെ രോമകൂപങ്ങളിൽ കൂടെ രക്തത്തുള്ളി അവന്റെ ശരീരം വിട്ട് വെളിയിൽ വരാനിടയായി. ആദ്യം യേശുവിന്റെ രക്തം ചാടി വീഴുന്നത് അവിടെയാ. അതിനു മുമ്പ് റോമ ഗവൺമെന്റ് പീരങ്കിയായിട്ട് നടന്നിട്ട് ഒരു തുള്ളി രക്തം പൊടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഒരു കാര്യം ഓർത്തോണം, നിയോഗമുള്ളവൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ സമയം വരെ നിന്നെ തൊടാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് സാധ്യമല്ല. അയ്യോ, കാര്യങ്ങളെ ഉയർത്തി നല്ല ശക്തിയോടെ നല്ല ബലത്തോടെ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട് ഹല്ലേലൂയ. 1000 ഗവൺമെന്റ് നിനക്കെതിരെ അലറിയടുത്താലോ ആമേൻ, നിന്റെ സമയം വരാതെ, ആമേൻ, ദൈവം നിശ്ചയിച്ച സമയം വരാതെ, എന്റെ തമ്പുരാൻ അനുവാദം കൊടുക്കാതെ ലോകത്തിൽ ഒരു ശക്തിക്കും നിന്നെ തൊടാൻ സാധ്യമല്ല. നിന്റെ മേളിരിക്കുന്ന പുള്ളിക്ക് നിനക്കെതിരെ ആക്ഷൻ എടുക്കണമെങ്കിൽ, അവന് റിയാക്ഷൻ വരാതിരിക്കണമെങ്കിൽ തമ്പുരാൻ അനുവാദം കൊടുക്കണം. ഉറപ്പ് അവന് റിയാക്ഷൻ വ്യക്തം ചെയ്യും. ഓക്കെ. യേശുവിന്റെ രക്തം ആദ്യം ഗെത്സമനെ പൊടിയ. അതുവന്റെ ഗൗരവമല്ലാത്ത വിഷയമായി ആമേൻ അല്ലാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് ചാടിപ്പോരുക. യേശുവിന്റെ രക്തം ഗെത്സമനെ തോട്ടത്തിൽ വീണു. അന്ന് രാത്രി യേശുവിനെ ചുംബനത്താൽ ഒറ്റുകൊടുക്കപ്പെടുന്നു. 6 മതകോടതി. ആമേൻ പറഞ്ഞേ. ദൈവമേ, ഞാൻ പ്രസംഗിക്കുന്ന ബൈബിളിലെ ഒരു മത്തായി വീശകാര്യമല്ല പറയുന്നത്. മനസ്സിലായോ? സക്കായി പഴം പറിച്ച് താഴെ നിന്നവിടെ തലക്കിട്ടെറിഞ്ഞ കാര്യമല്ല ഞാൻ ഈ പറയാൻ പോണത്. ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു സാധനത്തിന്റെ കാര്യം യേശുവിന്റെ രക്തം. ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിച്ചു കേട്ടോണേ.
യേശു കർത്താവിനെ 6 കോടതിയിൽ 7 പ്രാവശ്യം വിസ്തരിച്ചിട്ട് പാപമറിയാത്ത പരമ പരിശുദ്ധൻ പീലാത്തോസിന്റെ കൽത്തളത്തിൽ ഇങ്ങനെ നിൽക്കുകയാ. പാപമറിയുന്നില്ല. അവനെ പാപിയാണെന്ന മുദ്ര കുത്താൻ ലോകത്തിൽ ഒരു ശക്തിക്കും പറ്റുന്നില്ല. യേശു ലാസ്റ്റ് ചോദിക്കുക, നിങ്ങളിലാർ എന്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം വരുത്തും? ലോകത്തിലെ കോടതിക്കെല്ലാം ബോധം വരുത്താൻ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ബോധം വരുത്താൻ പറ്റാതെ കോടതി വിറങ്ങലിച്ചു നിൽക്കുക. സദാം ഹുസൈനെ തൂക്കിക്കൊന്ന സമയം ചിലർക്കെങ്കിലും ഓർമ്മ കാണും. തൂക്കിക്കൊന്നപ്പോ ലോകരാജ്യങ്ങളിൽ നിന്നെല്ലാം വന്നിട്ടോ 2000 വർഷത്തിനും ഒരുവരെ കാൽവറയ്ക്ക് കൊടുത്തിട്ട് ആരും ഞെട്ടിയില്ലല്ലോ. കോടതിക്ക് കാര്യം കയ്യേക്കാൻ മേലാതെ ഒരാളെ വെറുതെ ക്രൂശെ കൊണ്ട് തറച്ചപ്പോ ആരും ഞെട്ടിയില്ലല്ലോ. കാൽവറിയിലേക്ക് നോക്കിക്കോണം ഇന്ന് രാത്രി. നിങ്ങൾ നോക്ക്, യേശു കർത്താവിനെ പീലാത്തോസിന്റെ കൽത്തളത്തിൽ, ഞാൻ ഇവിടെ തൊട്ട് ദൂത് തുടങ്ങുക, കരങ്ങൾ ഉയർത്തി സ്വതന്ത്രം പറഞ്ഞ പീലാത്തോസിന്റെ കൽത്തളത്തിൽ യേശുവിനെ കൊണ്ടിട്ട് അവർ അടിക്കുകയാ. 1 കുറയാം 40 അടി കുറുവടികൾ നീട്ടി അടിക്കുകയാ. ചരിത്രം, ജോസഫസിന്റെ ഗ്രന്ഥം ചരിത്രം നമ്മോട് പറയുന്നു, പീലാത്തോസിന്റെ പ്രൊട്ടേറിയത്തിൽ ഒരു കൽക്കുറ്റിയുണ്ട്. കൽക്കുറ്റിയിലേക്ക് പാപമറിയാത്ത പരമ പരിശുദ്ധനെ ശാരോനിലെ പനിനീർ പുഷ്പമെന്ന് ബൈബിൾ വിളിച്ച ആ സുന്ദരനായ യേശുവിനെ ആ കൽക്കുറ്റിയിലേക്ക് കമഴ്ത്തി കിടത്തി. അടി 1, യേശുവിന്റെ തോല് ചുവന്ന് തുടുത്തു. അടി 2, തോലിന്റെ മേൽക്കൂമ്പ് പൊട്ടി. അടി 3, മാംസത്തിന്റെ അകത്തേക്ക് കമ്പി ഇറന്നിറങ്ങി. അടി 4, മാംസം ചിതറി കുതറി മാറി. അടി 5, മേൽത്തോല് മാറിക്കൊടുക്കുകയാ. അടി 6, അസ്ഥിയോളം വടി ഇറങ്ങുകയാ. അടി 7, മാംസം തെറിക്കാൻ തുടങ്ങുന്നു. അടി 8, ചോര ചീറ്റാൻ തുടങ്ങുന്നു. അടി 9, കണ്ടോ അടി പലത് കഴിഞ്ഞപ്പോൾ അറവുശാലയിലെ കുറക് പോലെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് എന്റെ യേശു വിരൂപമാക്കപ്പെടുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരെങ്കിലും ബലം പിടിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണ, നിന്റെ നട്ട മുതുകിന് വീഴേണ്ട അടി എന്റെ കർത്താവ് കുനിഞ്ഞൊന്ന് കൊണ്ടതുകൊണ്ട് ഇന്ന് രാത്രി വന്ന് നേരെ ഇവിടെ ഇരിക്കാൻ പറ്റിയത്. അത് മനസ്സിലാകുന്നവർ മാത്രം അടി. പീലാത്തോസിന്റെ കൽത്തളത്തിന്റെ ചരിത്രം ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. പീലാത്തോസിന്റെ കൽത്തളത്തിൽ കൽക്കുറ്റിയിൽ കമഴ്ത്തിക്കിടത്തി ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ കിങ്കരന്മാരായ കാര്യരുമ്പിന്റെ ഉരുക്കുമുഷ്ടിയുള്ള കാപാലികന്മാരായ പടയാളികൾ തിന്നു വീർത്ത ശരീരവും കൊണ്ട് ആക്കവും തൂക്കവുമുള്ള കൈകൊണ്ടാണ് അവർ അടിക്കുന്നത്. എന്നിട്ട് ചരിത്രം എഴുതിയിരിക്കുന്നത് 100 പേരെ അടിച്ചാൽ 98 പേരും അവിടെ കിടന്ന് ചാകുക. ഹലോ, ആമേൻ, ആമേൻ. 100 പേരെ അടിച്ചാൽ പറഞ്ഞേ 98 പേരും അവിടെ കിടന്ന് എന്ത് ചെയ്യാ? ചാകുകയാ. ആ ചിത്രം ഇങ്ങനെയാ. കൽക്കുറ്റിയിൽ നാളെ അടി കഴിഞ്ഞിട്ട് നേരെ മറിച്ചിടുമ്പോൾ പലരുടെയും പ്രാണൻ പോയി കഴിയും. പലരും ഇത് ഏത് ശവമാണെന്ന് പോലും അറിയാതെ അവർ കൂട്ടി ശവം ഒരു സൈഡിലോട്ട്, അപ്പൊ അടിക്കുന്നിടത്തുനിന്ന് രക്തം ഒഴുകി ഉണങ്ങി വലിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തോട്ട് മാറ്റിയിടുമ്പോൾ പടയാളികൾ ഓടിച്ചെന്ന് ഒരാളെ നോക്കി, അവർ പറഞ്ഞു തീർന്നു കഴിഞ്ഞിരിക്കുന്നു. പടയാളികൾ ഓടിച്ചെന്ന് 2ാമത്തെ ആളെ നോക്കി, അവർ പറഞ്ഞു ഇയാളും തീർന്നു. പടയാളി ഓടിച്ചെന്ന് 3ാമത്തെ ആളെ നോക്കി, അവർ പറഞ്ഞു ഇയാളും തീർന്നു. പക്ഷെ 4ാമത് ഒരുത്തൻ അതുപോലെ തന്നെ രക്തത്തെ കുളിച്ച് ആ പീലാത്തോസിന്റെ കൽത്തളത്തിൽ കിടക്കുക. അവനെ ചെന്ന് തൊട്ട് നോക്കിയപ്പോ ഞരങ്ങുന്നുണ്ട്. അവൻ കണ്ണു തുറന്നു. ആരാന്നറിയാമോ? അതെന്റെ യേശുവായിരുന്നു. എത്ര പേര് ആമേൻ പറയൂ? ഇന്ന് രാത്രി ആത്മാവുള്ള ചെല്ലോട് എനിക്കൊരു ദൂത് കൈമാറാനുണ്ട്. അതെങ്ങനെ വേണേലും നിങ്ങൾ ഏറ്റെടുത്തോ. അനേകരെ പിശാച് തല്ലി തകർത്ത സ്ഥലത്ത് നിന്നെ തകർക്കാൻ പറ്റുകയില്ല. കാരണം നീ പീലാത്തോസിന്റെ മുമ്പിൽ കിടന്ന് മരിക്കാനുള്ളവനല്ല. നിനക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാൽവറിയാണ്. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ അകത്ത് അഭിഷേകമുള്ളവർ ആ കരങ്ങളെ അടിച്ചുകൊണ്ട് പറ, നിന്നെ ഇവിടെ ഇട്ട് അപമാനിച്ചടിച്ച് തകർത്ത് നിന്നെ പരസ്യകോലമാക്കുക അന്ധകാര പിശാച് നിനക്കെതിരെ വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് രാത്രി പീലാത്തോസിന്റെ കൽത്തളത്തിൽ നിന്ന് എന്റെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകയാ. കാര്യങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് പറയുന്നു, ചിലരുടെ നാശം കാണുവാൻ പിശാച് കിങ്കരന്മാരെ വിട്ട് ചിലരെ അടിപ്പിക്കുകയാ. നിന്റെ കമ്പനിയിൽ നിന്നെ തകർത്ത് കളയുവാൻ, നിന്റെ കുടുംബത്തിൽ നിന്നെ തകർത്ത് കളയുവാൻ, മാസ്കറ്റിൽ നിന്റെ സഭ തകർത്ത് കളയുവാൻ, നിന്റെ വെളിപ്പാട് തകർത്ത് കളയുവാൻ. അയ്യോ അഭിഷിക്തനെ, ഇവിടെ തീരാനുള്ള ആളല്ല നീ.
ഹല്ലേലൂയ. എന്റെ യാഗം ഇന്ന് രാത്രി പിടയ്ക്കുന്നു. ആരോടോ ദൈവാത്മാവ് പറയുന്നു, ഇപ്പോൾ നീ കണ്ട പ്രതിസന്ധി ഇത് നിന്റെ മരണമല്ല, ഇവിടെ നിന്ന് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. എത്ര പേര് വിശ്വസിക്കുന്നവർ സ്വോത്രം പറഞ്ഞു തുടങ്ങിക്കേ. ഇന്ന് രാത്രി ഹൃദയം തുറന്നു പറ. മസ്കറ്റിൽ വാഴുന്ന പിശാച്, ആമേ, ഇന്ത്യയിൽ നിന്ന് പിശാച് പോസ്റ്റൽ വഴി അയച്ച പിശാച്, ആമേ, ഞാൻ ഇവിടെ തകരത്തില്ല. ഇന്ന് രാത്രി ദൈവം എന്നെ എഴുന്നേൽപ്പിക്കുകയാ. കാരണം എന്റെ നാശം ഇവിടെയല്ല, എന്റെ മരണം ഇവിടെയല്ല. എന്നോട് ദൈവാത്മാവ് ആത്മാവിൽ എന്നെ കാണിക്കുന്നു. രക്തം പുരണ്ട ശരീരവുമായി ചില അഭിഷിക്തന്മാർ കരയുന്നുണ്ട്. രക്തം പുരണ്ട ശരീരവുമായി ഏതൊക്കെയോ മാതാക്കൾ കരയുന്നുണ്ട്. ചിലർ ചോദിക്കുന്നു, ഇതെന്റെ അവസാനമാണോ? വേറെ ചിലർ ചോദിക്കുന്നു, ഇതെന്റെ നാശമാണോ? ഇന്ന് രാത്രി സുഭാഷല്ല, പരിശുദ്ധമ പറയുന്നു, ഇത് നിന്റെ നാശമല്ല. ഇന്ന് രാത്രി എന്റെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ആത്മാവ് പറയുന്നു, ഇവിടം കൊണ്ട് നീ തീരുമെന്ന് മന്ത്രവാദി പറയൂ, ഇവിടം കൊണ്ട് തീരുമെന്ന് നാട്ടുകാര് പറയൂ, നിന്റെ കൂട്ടുകാര് പറയൂ. അവന്റെ മിനിസ്ട്രി തീർന്നു, അവന്റെ വെളിപ്പാട് തീർന്നു, അവന്റെ പ്രസംഗം തീർന്നു. പക്ഷെ ഇന്ന് രാത്രി ആരോടോ ദൈവം പറയുന്നു, ഇതൊരവസാനമല്ല. ഇന്ന് രാത്രി ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നു. എത്ര നല്ല രാത്രി ഇത്. ഞാൻ കൈകുത്തി പൊങ്ങുന്ന ചില അഭിഷിക്തന്മാരെ ആത്മാവിൽ കാണുകയാ. കൈ കെട്ടിയിരിക്കുന്നവരെ അല്ല, കൈ കുത്തി പൊങ്ങുന്ന ചിലരെ. കാരണം നീ തന്നെ പറയണം, ഇതെന്റെ നാശമല്ല, ആത്മാവെന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. എത്ര പേരാ കരങ്ങളെ ചലിപ്പിക്കുന്നുണ്ട് ദൈവ. ആമേ, ചില അഭിഷിക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ആമേ, മാസ്കറ്റിന്റെ ഉണർവിന് വേണ്ടി നിന്നെ നാണം കെടുത്തി തകർക്കുവാൻ പിശാചുണ്ടാക്കിയ ആയുധത്തിന് എന്റെ യേശു ഇവിടെ തകരത്തില്ല. ഇന്ന് രാത്രി ഞാനത് പറയുമ്പോൾ പാതാള ശക്തികളുടെ അടിവേര് പൊട്ടുമെന്ന് ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശക്തിയോടെ ഹല്ലേലൂയ. യേശു ഓടുന്ന് പൊങ്ങി. പീലാത്തോസ് വെപ്രാളം പിടിച്ചു പോയി. ദൈവമേ, എല്ലാരും തീർന്ന സ്ഥലത്ത് ഇവൻ തീർന്നില്ലല്ലോ. നിങ്ങൾ മിണ്ടുന്നില്ല. എല്ലാരും തീർന്ന സ്ഥലത്ത് ആരണ്ടൊക്കെ പറഞ്ഞു 2010 വരെ ഒന്നും കാണുകയില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. വേറെ ആരണ്ട് പറഞ്ഞു, ഇപ്പൊ എല്ലാം കൂടെ പൊട്ടിപ്പോ, എന്റെ കൊച്ചിന്റെ പഠിത്തവും തീരും, വീട് സ്വസ്ഥത തീരും, ഭാര്യയും ഭർത്താവും തമ്മിൽ 2 തട്ടയിലാകും. മിണ്ടുന്നില്ല. പിന്നെ ജോലിയും പോവും, വീടും പോവും. അവസാനം ഇല്ലാണ്ട് നെടുമ്പാശ്ശേരി താഴ്ന്ന ഒരു ഫ്ലൈറ്റിനകത്ത് നനഞ്ഞ കണ്ണുമായിട്ടിരുന്നേച്ച് ഇല്ലാണ്ട് സെൻട്രൽ ജയിലിലോട്ട് കുറ്റവാളിയെ കൊണ്ട് പോകുന്ന പോലെ. ഇല്ല, നീ പറ. ഇല്ല, പറ. എനിക്ക് ഇവിടെ കിടന്ന് ഓടാൻ തോന്നുക. എനിക്കൊരു പ്രത്യേകത. എനിക്കങ്ങ് ആരാധന വന്ന പിന്നെ ഞാൻ ആരെ നോക്കില്ല. അങ്ങോട്ട് പ്രശ്നം, എനിക്ക് വല്ലാത്തൊരു പ്രശ്നം. എന്നോട് ദൈവാത്മ പറയുന്നു, കൈ കുത്തി പൊങ്ങുന്ന ചില അഭിഷിക്തന്മാരെ ഞാൻ ആത്മാവിൽ ദർശിക്കുകയാ. ഇന്ന് രാത്രി ചില കുടുംബങ്ങളുടെ ദൈവാത്മ പറഞ്ഞു, കമാൺ, കൈ കുത്തി പൊങ്ങിക്കോ. ഇത് നിന്റെ അവസാനമല്ല, ഇത് നിന്റെ ഇത് നിന്റെ നാശമല്ല, ഇത് നിന്റെ തകർച്ചയല്ല. ഇത് ശരീരം വിട്ടുകൊടുത്ത് ശരിക്കൊന്ന് ആരാധിച്ചോ. കൈ ബലത്തോടെ അടിച്ചാരാധിച്ചോ. കാര്യം ഇന്ന് രാത്രി ഒരു മേഘം നിന്റെ മേൽ ഇറങ്ങി വരികയാ, ഒരു സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങി വരികയാ. ഇത് നിന്റെ അവസാനമല്ല. യേശുവിന്റെ നാമത്തിൽ ഇത് നിന്റെ അവസാനം അല്ല. ഇല്ല, ഇല്ല. ശരിക്ക് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. എനിക്കറിയാം, ഈ ഉപവാസം മനുഷ്യൻ വെച്ചതല്ല, ഇത് പിശാച് ഒരുക്കിയതല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. പിശാച് നിർത്തിയെടുത്തുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലത് തുടങ്ങുകയാ. ചിലരുടെ പുതിയ ചരിത്രം തുടങ്ങുകയാ, ചിലരുടെ പുതിയ മിനിസ്ട്രി തുടങ്ങുകയാ. ഇന്ന് വരെ മസ്കറ്റ് കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ സാമ്രാജ്യങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ശുശ്രൂഷ ഇന്ന് രാത്രി നിന്റെ അകത്തുനിന്ന് അത് എഴുന്നേൽക്കുന്നു. എപ്പോഴും പിശാച് നിനക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറയുമ്പോൾ ഒരല്പവിരാമചിഹ്നം ഇട്ടേക്കണോടെ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യമായി ദൈവസഭയുടെ ചാർജുമായിട്ട് തുടങ്ങിയത് തൃപ്പൂണിത്തുറയാണ്. സ്ഥലത്തിന്റെ പേര് ചൂരക്കാട്.
പ്രായം വളരെ കുറവാ. ആമ ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ സാംകുട്ടി തലേ കൈവച്ച് പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞു, വിട്ടുപോക്കോ, കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവാ. ഞാൻ ശുശ്രൂഷിക്കേണ്ട സ്ഥലം തൃപ്പൂണിത്തുറ. ഒരാമയും പറഞ്ഞേ. സ്തോത്രം. നിങ്ങൾക്ക് കേൾക്കാവോ? ഈ മൈക്ക് അങ്ങോട്ട് വരുന്നുണ്ടോ? ഇവിടെ ഇവര് പെരുപ്പിച്ച് വെച്ചിരിക്കുക, അങ്ങോട്ടെന്നാന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. സ്തോത്രം. റെനിബാസ് എന്തുകൊണ്ട്? ആമേൻ. എന്നെ പറഞ്ഞ് അങ്ങോട്ട് വിട്ടു. ഞങ്ങളുടെ സഭയിൽ 4 പേര്, ഒരു അങ്കിൾ, അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഒരു അനുജത്തി, പിന്നെ 1-2 പിള്ളേരും ഒക്കെ ഉണ്ട്. ഞങ്ങളെല്ലാം കൂടി ഞായറാഴ്ച ഒരു ആരാധന കൂടെ തുടങ്ങി. നല്ല പെരുത്ത് കുത്തിയ ആരാധന. എനിക്കിപ്പോൾ ഇത്രയൊക്കെ ഉള്ള സൗണ്ട്. എനിക്ക് അന്ന് ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്നെ എങ്ങനെ സഹിക്കുമെന്ന്. ആരാധന കൊണ്ട് തുടങ്ങി. 4 പേരിന്ന് തകർത്ത് പിടിച്ച് ആരാധിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ സഭയെ ദൈവം മാനിക്കാൻ തുടങ്ങി. ആത്മാക്കൾ ഞങ്ങളുടെ സഭയ്ക്കകത്തോട് ഇടിച്ചു കയറാൻ തുടങ്ങി. സ്നാനം നല്ല പടപട നടക്കാൻ തുടങ്ങി. എന്നിട്ട് നിങ്ങൾ സ്വോത്രം പറയുന്നില്ല. എന്നെ അല്ല, ഒരാളെ നനച്ചല്ലാണ്ട് ഞാൻ സ്വോത്രം പറയാൻ പോവാ. തലയ്ക്ക് തീ പിടിച്ച സ്വോത്രം പറയില്ലേ, പിന്നെ ഞാൻ നനച്ച. ഭയങ്കര അംഗം പരിപാടി, സഭയിൽ ഭയങ്കര ഉണർവ്. അപ്പോ ആകെ പ്രശ്നം. ആമേൻ. ഹിന്ദു ഐക്യവേദി ഒരു നോട്ടീസ് അടിച്ചത് എന്റെ കൈ കിട്ടി. 19 വയസ്സുകാരൻ ഒരു പയ്യൻ ഇവിടെ വന്ന് മതപരിവർത്തനം നടത്തുന്നത്. എന്നാ നടത്തുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ 3 വയസ്സുള്ള കൊച്ചിനെ കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഉടുപ്പ് മാറിക്കാം. എടി പോയി ഉടുപ്പ് മാറട്ടെ എന്ന് പറഞ്ഞാൽ അവള് പറയും, എനിക്ക് നീലയാ ഇഷ്ടമെന്ന് പറയും. സ്വന്തം കുഞ്ഞിനെ കൊണ്ട് ഉടുപ്പ് മാറിക്കാൻ പലർക്കും പറ്റുകയില്ല. പിന്നെ ഈ മതപരിവർത്തനം. ഞാൻ തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരു നോട്ടീസ് കൊണ്ട് ഒരാൾ എൻ്റെ കയ്യിലോട്ട് തന്നു. അപ്പം ഞാൻ ഒരു ഹാഫ് കൈ ഷർട്ടും കേട്ട് നിൽക്കുക. എൻ്റെ അടുത്ത് തന്നു പറഞ്ഞു, ഇവിടെ ഭയങ്കര മതപരിവർത്തനം നടക്കുക. അവനെ കണ്ടാൽ എരുമച്ചാണം കലക്ക് ചൂല് മുക്കി അടിച്ചേക്കണം, കിട്ടുക പൊട്ടിച്ചേക്കണം. എൻ്റെ ലോട്ട് തന്നിരിക്കുക നോട്ടീസ്. എനിക്കിട്ടാ പൊട്ടിക്കേണ്ടത്. അവർക്ക് എന്നെ അറിയാമല്ല, കൃപ. ഞാൻ പറഞ്ഞു, അവനെ എവിടെ കിട്ടിയാലും പൊട്ടിക്കുന്ന കാര്യം ഞാനേറ്റെന്ന് പറഞ്ഞു. സ്തോത്രം. പിന്നെ എൻ്റെ പൊടി പോലും അവിടെ ഇല്ല കണ്ടുപിടിക്കാൻ. ഞാൻ എക്സ്പ്രേയുടെ കാര്യം പറഞ്ഞ പോലെ ഞാൻ അവിടുന്ന് വേഗം സ്ഥലം വിട്ടു. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം, ഭൂമി പേടിക്കാൻ അനുവാദം ഇല്ലാത്ത 3 കൂട്ടരുണ്ട്. ആമേൻ പറഞ്ഞേ. 1 ബസ്സിന്റെ ഡ്രൈവർ, 2 കുടുംബത്തിന്റെ നാഥൻ, 3 സഭയുടെ പാസ്റ്റർ. ഈ 3 കൂട്ടർക്കും പേടിയുണ്ട്. പക്ഷെ പേടി പുറത്ത് കാണിക്കാൻ അനുവാദമില്ല. അതല്ലേ ഞങ്ങളുടെ കുഴപ്പം. ചുരം ഇറങ്ങി വരുന്ന വണ്ടിയുടെ ബ്രേക്ക് പോയി. ഡ്രൈവർ സ്റ്റിയറിംഗെ പിടിച്ച് അലറാൻ തുടങ്ങിയ പുറയ്ക്കുന്ന അമ്മച്ചി എവിടെ പിടിച്ച് അലറും പറ? അതാ വിഷയം. പാതിരാത്രി വീട് പൊളിച്ച് കള്ളം വരയ്ക്കാത്ത കയറി അച്ഛൻ ഓടിച്ചെന്ന് അമ്മാമ്മയെ കെട്ടിപ്പിടിച്ച് കയറിയും. അമ്മാമ്മ വേറെ ആരെ കെട്ടിപ്പിടിച്ച് കയറിയും പറ? സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടേ. പാസ്റ്റർ ജെല്ലെ പിടിച്ച് കയറിയോ, വിശ്വാസം എവിടെ പിടിച്ച് കയറിയോ? അപ്പൊ ഈ 3 സെറ്റ് ആളുകളും പേടിയുണ്ടെങ്കിലും ദൈവത്തെ ഓർത്ത് വെളിപ്പെടുത്തരുത്, അകത്ത് കടിച്ചോണം. ആമേൻ. ഞങ്ങളുടെ സഭയ്ക്കെതിരെ ആകെ പോരാട്ടമായി. ആമേ. ഒരു ദിവസം രാത്രി യോഗം കഴിഞ്ഞ് വന്നിറങ്ങിയപ്പോ എന്നെ ബസ് സ്റ്റോപ്പിലിട്ട് കുറെ അങ്കിളുമാരെല്ലാം കൂടെ പിടിച്ച എന്നോട് പറഞ്ഞു, നീ ഇവിടെ സുവിശേഷം പ്രസംഗിക്കുവോ? സ്തോത്രം. ഞാൻ ആകെ, നമുക്ക് പാട്ടൊക്കെ നമുക്ക് എവിടെ കൊണ്ടുപോകാൻ ജീവൻ പണയം വെക്കണം. വായിക്കണ്ട. മുത്തൂറ്റ് കൊണ്ടുവെക്കണോ അതോ SBI SBT ഏത് ബാങ്കിൽ കൊണ്ടുവെക്കണം? എന്നാ ജീവൻ. ഈ പണയം വെക്കണമെന്ന് പാടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു നല്ല അൽസേഷൻ പറ്റി ആഞ്ഞൊന്ന് കുരച്ചാൽ മതി, മതിലിയാടി ഓടുന്ന ഓട്ടം കണ്ടോണം. അപ്പൊ ഈ പാട്ടൊക്കെ ആർക്കും പാടാം, പ്രത്യേകിച്ച് സ്കെയിലൊക്കെ കറക്റ്റ് പിടിച്ചു കൊടുക്കാമെങ്കിൽ. ആത്മനദി എന്നിലേക്ക് ഒഴുക്കുവാനായി അവലോടെ ഞാനും. ആവലോടെ ഓരോന്നൊക്കെ നിൽക്കുന്ന നിപ്പ് കാണണം. കവളമണലെടുത്ത് കൊടുക്കണം ഓരോന്ന്. അങ്ങനെയൊന്നും അല്ല. ആവലോടെ നല്ല സൊമാലിയയിലെ പിള്ളേർ ബ്രെഡിന് വേണ്ടി നിൽക്കുന്ന നടനുണ്ടോ? സൊമാലിയയിലെ പിള്ളേർ ബ്രെഡിന് വേണ്ടി നിൽക്കുന്ന നടനുണ്ടോ? അങ്ങനെ ആവലോടെ നിൽക്കുന്നത്. അല്ലാതെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിസായിലെ ചെരിഞ്ഞ ഗോപുരം കിടന്ന് ആടുന്ന പോലെ. ഇതല്ല ആവലെന്നൊക്കെ പറഞ്ഞ വേറൊരു സാധനമാണ്. ആകെ പ്രശ്നം. ഞാൻ സത്യത്തിൽ ഇവരെല്ലാം കൂടി എന്നെ പിടിച്ചപ്പോൾ എൻ്റെ പൊന്നു ദൈവമക്കളെ, നിങ്ങൾ ആരോടും പറയല്ല എൻ്റെ പേര് പറഞ്ഞു കേട്ടോ. ഞാൻ ആകെ വരണ്ട് പോയെന്ന് പറഞ്ഞാൽ എൻ്റെ അങ്ങ് ആദിഭൂതി ഇളകിപ്പോയി. ഇവന്മാര് കയ്യിൽ ഏതാണ്ടൊക്കെ ആയതുകൊണ്ട്, രാത്രി ആയതുകൊണ്ട് ഇല്ലാണ്ട് എനിക്ക് ഒന്നാമതെ പേടിയും കൂടെ വന്നാൽ പൊതുവെ നമുക്ക് കണ്ണിന് കാഴ്ച കുറയുമല്ലോ. അപ്പൊ എനിക്കൊന്നും കാണാൻ പറ്റില്ല. ഒരുത്തൻ എന്നെ പിടിച്ച് അങ്ങോട്ട് തള്ളുന്നു, വേറൊരുത്തൻ ഇവിടെ എന്നെ പിടിച്ച് ഇങ്ങോട്ട് തള്ളുന്നു. അയ്യോ, ഞാനാണ് വെള്ളത്തിൽ പോയ എലിക്കുഞ്ഞ് വിറയ്ക്കുന്ന പോലെ കിടന്ന് വിറയ്ക്കുക. ഒരുത്തൻ പറഞ്ഞു, വെട്ടടാ അവന്റെ മുട്ടുന്നു. ഓ, അന്ന് എനിക്ക് 18 വയസ്സായിട്ടേ ഉള്ളൂ. 18 19 ഉണ്ടെന്ന് തോന്നുന്നു. 20 ആണായിരിക്കും അല്ലേ? സ്തോത്രം. ഈ പുള്ളി ഞങ്ങളുടെ നാട്ടുകാരൻ. അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കും, ഞാൻ വയസ്സ് കുറച്ച് പറഞ്ഞ അവിടെ അമ്മ കൂട്ടിയച്ചത്. സ്തോത്രം. ഞാൻ ആകെ വെപ്രാളം പിടിച്ചു. അപ്പോ ഞാൻ അന്ന് സത്യത്തിൽ ഞാൻ ഓർത്ത് ഇവന്മാര് മുട്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 10-20 വയസ്സുള്ള ചെറുപ്പക്കാരനെ മുട്ടുപെട്ടി എന്നാ വൃത്തികേടായിരിക്കും. മുട്ടുണ്ടായിട്ട് തന്നെ കാണാൻ വലിയ രസമില്ല. അപ്പൊ ഇതോടെ വെട്ടിക്കളഞ്ഞ ആകെ നാശകോശമാ. ഞാൻ സത്യം പറഞ്ഞ ഉള്ള കാര്യം പറയാം.
ധൈര്യമൊന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയോ ഞാൻ പറഞ്ഞു പോയി, നിങ്ങൾ എൻ്റെ മുട്ട് വെട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല, എന്നെക്കാളും തകർത്ത് ആരാധിക്കുന്ന വേറെ കുറെ പേര് എനിക്ക് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതങ്ങോട്ട് പറഞ്ഞപ്പോണ്ടല്ലോ അവരുടെ നേതാവ് പറയാ, എന്നാ ഈ പീക്കിരി പയ്യനെ ഒറ്റക്കിട്ട് വെട്ടണ്ട, നാളെ അവന്റെ പള്ളി കയറി എല്ലാത്തിനെയും വെട്ടിയേക്കാം. എനിക്ക് സമാധാനം, ഒരു രാത്രി കൂടെ ജീവിക്കാമല്ലോ. അപ്പൊ പിറ്റേ ദിവസം ഞായറാഴ്ചയാ. അപ്പൊ അവരെന്നോട് പറഞ്ഞിരിക്കുന്ന സമയം 12 മണി. എനിക്കറിയാം ഉപദേശിമാര് മാത്രമേ താമസിക്കത്തുള്ളൂ, RSSകാർ താമസിക്കല്ല, കറക്റ്റ് ടൈമാ 12 മണി. അന്ന് രാത്രി ഞാൻ നേരെ ചർച്ച ചെന്നു. നിങ്ങൾ പറ, ഉറക്കം വരുമോ? ഉറക്കം വരുമോ? ഒന്ന് പറയാ. എന്തിനാ ഉറക്കം വരികയില്ല. ഞാൻ ഞങ്ങളുടെ സഭയുടെ അങ്കിളിനോടും ആന്റിയോടും എനിക്കിത് പറയണമെന്നുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2 or 3 പേരുടെ നാമത്തിൽ കൂടിയ ഞാൻ നിങ്ങളുടെ നടുക്കൊണ്ടെന്ന് പറഞ്ഞാൽ പോലും പലരും എന്ത് ചെയ്യത്തില്ല, യോഗത്തിന് വരികയില്ല. നാളെ RSSകാർ വരുമെന്ന് പറഞ്ഞാലോ, ഞാനല്ലാതെ ഒരു എലിക്കുഞ്ഞു പോലും. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം എന്ത് ചെയ്തിട്ടില്ല, മിണ്ടിയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ പറ്റില്ല. കാര്യം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നത് സുവിശേഷ വേല കട്ടതയാന്ന് പറഞ്ഞ് ബൈബിളും കളഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ കയറ്റി കളഞ്ഞു. അപ്പൊ അവിടെയും പോക്ക് നടക്കുകയില്ല, ആകെ എല്ലാം അടഞ്ഞു. രാത്രി ഞാൻ മുറിക്കാത്ത അവരെന്നോട് ചോദിച്ചു ചോറ് വേണം. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. എന്തിനാ വേറെ അത്രയും ചോറ് കളയുന്നത്? നാളെ എന്തെങ്കിലുമൊക്കെ നടക്കാൻ പോകും. അപ്പൊ ഞാൻ ആകെ വെപ്രാളം പിടിച്ച് രാത്രി മുറിക്കത്ത് കയറി വാതിലടച്ചു. എൻ്റെ മുടിയല്ല, നിങ്ങൾക്ക് ചേരി, ഞങ്ങൾക്ക് ചേരി, മുടിയെല്ലാം വലിച്ചു പറിക്കുക രാത്രി ഇരുന്നുണ്ട്. കാര്യം എന്നറിയാം എന്നാ സംഭവിക്കാൻ പോണത്, നഖം മുഴുവൻ തിന്ന് തീർക്കുക. സ്വത്രം മുടിയെല്ലാം വലിച്ചു പറിക്കുക. പാതിരയപ്പം ഞാനോർത്ത് ഏതെങ്കിലും ഒരു പ്രവാചകനെ വിളിച്ചൊരു ദൂത് കേട്ട് നോക്കാം, അവന്റെ ദൂതിനകത്ത് മരിക്കുന്നു വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ പോയി വിട്ടുകിടത്താൽ മതി. ഇനി അഥവാ ശക്തമായ ശിശുവിൽ ഉണ്ടെന്ന് അങ്ങനെ പുള്ളി പറഞ്ഞാൽ ചിലപ്പോൾ ജീവൻ കാണും. പിന്നെ ഞാൻ ഈ പാതിര 1 മണി ആയപ്പോഴേ ഇത് ഓർത്തത്. അപ്പം ഞാൻ ഓർത്തിട്ട് ഈ പ്രവാചകന്മാരെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ദൂത് കേൾക്കണ്ട. കാര്യം നല്ല സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ വെട്ടിപ്പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ദൂത്. അപ്പൊ പിന്നെ ഈ പാതിരാത്രിയിലാകുമ്പോൾ വല്ലാതെ വെട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. രാത്രി പ്രവാചകന്മാരെ ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ പഠിച്ചൊരു പരിപാടി എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ബൈബിൾ അടച്ചു തുറക്കുക, കിട്ടുന്ന വാക്യം ദൂത്. സ്വത്രം പറഞ്ഞേ, തുറന്ന് ഊപ്പാട് വന്ന പുള്ളികളായിരിക്കുന്നത്. അടച്ചു പിടിക്കുക, ആഞ്ഞൊരു തുറക്കുക. ആദ്യം കാണുന്ന വാക്യം എന്നോട് ദൂത്. അള്ളിപ്പിടിച്ച് ഞെക്കി അടച്ച് കരഞ്ഞു കർത്താവച്ചാ ദൂതടപടനേന്ന് പ്രാർത്ഥിച്ച് അടച്ചൊരു തുറന്നു. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം കിട്ടിയ യഹോവാ അനിയമ്പാസേ എന്നാ ഉണ്ടാകുകയല്ലെന്ന്. തലേ രാത്രി 12 മണി വൈകിട്ട് അവരതാ പറഞ്ഞ്, അവരെന്നോട് പറഞ്ഞ് മുട്ടെന്ത് ചെയ്യും, വെട്ടു. ഇവിടെ ആത്മാവ് കൃത്യമായിട്ട് ഇടപെട്ടു, നിനക്ക് മുട്ടെന്ത് ചെയ്യത്തില്ല, ഉണ്ടാകത്തില്ല. എന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എപ്പോഴും പിടിച്ച് ആവശ്യമില്ലാതെ ബൈബിള് തുറക്കരുത്, നിന്റെ ഊപ്പാട് വരും. ഞാനാ പറയുന്നത്, അനുഭവസ്ഥനാ പറയുന്നത്. ആമേൻ. ഉറങ്ങാൻ പറ്റിയില്ല. രാവിലെ എഴുന്നിട്ട് ഞങ്ങളുടെ സഭായവും തുടങ്ങി. അന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം പ്രസംഗിച്ചത്. 5 മണിക്കൂറാണ് പ്രസംഗിച്ചത് എനിക്ക് തോന്നുന്നു. അന്ന് പ്രസംഗിച്ച വാക്ക് എന്നും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ കഷ്ടതയുടെ നടുവൊക്കെ നടന്നാലും നീ എന്നെ ആ വാക്ക് അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ദൈവമക്കളെല്ലാം വന്നു. ആമേൻ. പ്രസംഗിക്കാൻ അങ്ങോട്ട് തുടങ്ങി. സഭയ്ക്കകത്ത് ആത്മാവിന്റെ തീ അങ്ങോട്ട് പിടിച്ചു. അപ്പൊ നാളെ രാവിലെ ഒരു ഗോന് പഠിക്കുന്ന അങ്ങനെ പത്രത്തിൽ വാർത്തയുണ്ട്, ഇവനകത്ത് ഇപ്പൊ എന്നാ ആരാധന ആയിരിക്കും എന്നറിയോ? നിന്റെയൊക്കെ കള്ളത്തരം അല്ല അവനെന്തോ. ഞങ്ങളുടെ സഭയ്ക്കകത്തെല്ലാം കൊണ്ടുപിടിച്ച് ആരാധനയാണ്. ഞാൻ തകർത്താടി പ്രസംഗിക്കുക. അപ്പൊ ഈ യോഗം അങ്ങോട്ട് മുമ്പോട്ട് പോയി 10:30 11:30 ഞങ്ങളുടെ വിശ്വാസികൾ കൊടുത്തൊരു സങ്കീർത്തന പരിപാടി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, അതൊന്നും നടക്കുന്നില്ല. സംഭവം വെട്ടിയും തീരും. അപ്പൊ എന്റെ വിചാരം എന്നറിയോ, ഇവന്മാർ വന്ന് വെട്ടുന്നതിന് മുമ്പ് മാക്സിമം പ്രസംഗിച്ച് സ്വർഗത്തിൽ സ്കോർ ഉണ്ടാക്കാൻ നോക്കുക ഞാൻ. കാരണം ലാസ്റ്റ് പ്രസംഗം ഇനി നാളെ യോഗം ഉണ്ടെന്ന് ഓർത്ത് തൊണ്ടയും സൂക്ഷിക്കണം. അലറിപ്പിടിക്കുക ഞാൻ നല്ല പക്കിന് പിടിച്ച്. യോഗം 1:30 ആയപ്പോ ഞങ്ങളുടെ സഭയിൽ ഒരു അച്ഛൻ ചോദിക്കുക ഇല്ലേന്ന്. ഏത് സ്വോത്രാച്ച? ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. കാര്യം എനിക്കറിയാം അവന്മാർ വന്ന് എനിക്കിട്ട് താങ്ങും. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പൈസ കൊണ്ട് ഇവന്മാര് പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സ്വോത്രാച്ച ഇല്ലെന്ന് പറഞ്ഞു. 2:30 മണി ആയപ്പോ ആമേ ഞങ്ങളുടെ യോഗം നിർത്തി ആളുകളെല്ലാം പിരിഞ്ഞു പോയി. 3 മണി കഴിഞ്ഞപ്പോൾ രക്തത്തിൽ കുളിച്ച ഉടുപ്പുമായ ഒരു മനുഷ്യൻ ഞങ്ങളുടെ സഭയിലോ ചർച്ചിൽ ആരാധന നടക്കുന്ന വീട്ടിലേക്ക് ഓടി കയറി വരിക. തലേ രാത്രി ആമേ എന്നെ വെട്ടാൻ പിടിച്ചതിൽ ഒരുത്തരാ. ഞാൻ വരണ്ടുപോയി. ഞാൻ ദൈവമക്കൂടെ ഒറ്റ സത്യം പറയാം, ഞാൻ ഓടിച്ചെല്ലുമ്പോ കണ്ട കാഴ്ച, തലേ രാത്രിയിൽ എന്നെ എവിടെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയോ ആ വട്ടത്തിൽ രക്തം തടം കിട്ടി കിടക്കുക. ദൈവസഭയെ ഉപദ്രവിക്കാൻ 12 മണിക്ക് ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി കുപ്പി പൊട്ടിച്ച് കുടിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ചേട്ടനും അനിയനും എന്തോ വാക്ക് പറഞ്ഞ് ഇടറി അനിയൻ ചേട്ടന്റെ തല നെടുകെ അങ്ങ് വെട്ടി പിളർന്നു. ഞാൻ ഒരു ദൂത് ദൈവമക്കളോട് പറയാം, വാഗ്ദത്തമുള്ളവനെ ആരെങ്കിലും തോണ്ടിയാൽ തോണ്ടുന്നിടം സ്വർഗം അടയാളപ്പെടുത്തിയിടും. ഒരു നല്ല സ്വോത്രം എന്ന് നല്ല സ്വോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പറ, ഞാൻ ഇവിടെ കടന്നു
പീലാത്തോസിന്റെ കൽത്തളത്തിൽ നിന്ന് യേശു എഴുന്നേറ്റ്. നമ്മൾ നമ്മുടെ ദൂതിലേക്ക് പോകുകയാണ്. സമയം കേൾക്കൂ. യേശു കർത്താവ് പീലാത്തോസിന്റെ കൽത്തളത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. 2 പൈൻ മരങ്ങൾ വെട്ടിച്ചേർത്ത ക്രൂശ് എടുത്ത യേശുവിനെ നമ്മൾ വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് വരിക. കേൾക്കുന്ന രാമയെ പറഞ്ഞേ. യോത്രക്കാർ ഇറങ്ങിപ്പോരുത്. ലാസ്റ്റത്തെ ആശീർവാദം കഴിഞ്ഞിട്ട് എത്തിയോളൂ. ഇപ്പൊ പ്രാർത്ഥിക്കാൻ തുടങ്ങാൻ പോവാ. ഇനി അധികം പരിപാടിയില്ല. കൊച്ചു ദൂത് പറയാനാ എനിക്ക് കഷ്ടപ്പെട്ട് വരുന്നത്. ഈ വലിയ ക്രൂശ് എടുത്ത് യേശുവിന്റെ തോളെ വെച്ച് കൊടുത്തു. നിങ്ങൾ കണ്ടോ യേശു കർത്താവ് ക്രൂശുമായിട്ട് ഗെത്സമനേക്ക് പോകുന്ന പോക്ക്? സ്തോത്രം. ആമേൻ, ആമേൻ. ഈ വലിയ കൂറ്റൻ ക്രൂശ് കൊടുത്തുകൊണ്ട് യേശു കർത്താവ് ഇങ്ങനെ ഗെത്സമനിലേക്ക് പോകുമ്പോ ആളുകളെല്ലാം യെരൂശലേമിന്റെ തെരുവീതിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുക. ബൈബിൾ ചരിത്രം പറയുന്നു, യേശു 11 സ്ഥലത്ത് ക്രൂശുമായിട്ട് വീണു. എത്ര സ്ഥലത്താ പറഞ്ഞേ? 11. എം പി ചാക്കോ സാർ ജീവിച്ചിരുന്നപ്പോ കർത്താവിന്റെ ദാസൻ യെരൂശലേമിൽ പോയിട്ട് വന്നിട്ട് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ആ ഭക്തൻ പറഞ്ഞു, ഈ 11ാമത്തെ സ്ഥലത്ത് യേശു വീണെടുത്ത ഒരു നല്ല പെയിന്റിംഗ് ഉണ്ട്. എന്നാന്നറിയോ പെയിന്റിങ്? യേശു തിരിഞ്ഞ് കുറേനക്കാരനെ നോക്കുന്ന ഒരു പടം അവിടെ കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, 11ാമത്തെ തവണ യേശു ക്രൂശുമായിട്ട് വീണപ്പോഴാ കുറേനക്കാരൻ ക്രൂശ വന്ന് എന്ത് ചെയ്യുന്നത്? തൊടുന്നത്. നമ്മുടെ വിഷയം വഴിത്തിരിവിലേക്ക് വരിക. രക്തമാണ് നമ്മുടെ അടയാളം. എത്ര പേര് സ്വോത്രം പറയുന്നു? 11 സ്ഥലത്ത് ക്രൂശുമായിട്ട് വീണ ക്രിസ്തു ക്രൂശുമായിട്ട് എഴുന്നേറ്റു. 10 സ്ഥലത്ത്. 11ാമത്തെ സ്ഥലത്ത് യേശു വീണു, എഴുന്നേറ്റില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആരോഗ്യമില്ലാത്തത് കൊണ്ടാണോ എഴുന്നേക്കാഞ്ഞത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവമല്ലേ മേളിലിരിക്കുന്നത്? ഒന്ന് ഞൊടിച്ചാൽ മതി, 1000 കാട്ടാനയുടെ ശക്തി ഒരുമിച്ച് യേശുവിന്റെ ശരീരത്തിൽ ഇറങ്ങും. ഇറങ്ങുകയല്ലേ? യേശു 11ാമത്തെ സ്ഥലത്ത് ക്രൂശുമായിട്ട് വീണ് കിടന്നിട്ട് യേശു എഴുന്നേക്കുന്നില്ല. പടയാളികൾ നോക്കുമ്പോ തടിയുടെ അടി കിടന്ന ഒരു ശരീരം ഞരങ്ങുക. ഒരു ആമയും പറഞ്ഞോളൂ. തടിയുടെ അടി കിടന്ന് ഇന്ന് രാത്രി അത് കാണണം. നമ്മുടെ വിടുതൽ അവിടെ കിടക്കുക. തടിയുടെ അടി കിടന്ന ഒരു ശരീരം ഞരങ്ങുകയാ. പടയാളി ആഞ്ഞൊരു അടിയും കൂടെ കൊടുത്തു. എന്നിട്ട് ആലറി വിളിച്ചു പറഞ്ഞു, എഴുന്നേൽക്കാൻ. യേശുവിന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. യേശു തടിയുടെ അടി കിടക്കുകയാ. ഈ സമയത്ത് അവർക്കൊരു കാര്യം മനസ്സിലായി. ഈ ക്രൂശുമായിട്ട് ഇവനിനി എഴുന്നേക്കാൻ പറ്റുകയില്ലെന്ന് അവർക്ക് തോന്നിയപ്പോൾ അവർ വട്ടം കറങ്ങി ഒരു നോട്ടം നോക്കി. അവരുടെ കണ്ണ് ചെന്ന് വീണത് കുറേനക്കാരന്റെ ശരീരത്തിലാണ്. ഞാൻ ഇവിടം തൊട്ട് എന്റെ ദൂതിന്റെ മർമ്മത്തിന്റെ കെട്ടഴിച്ചു പറയാം. യേശു എഴുന്നേക്കാതിരുന്നത് തനിക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ടല്ല, തകർന്ന ഒരുത്തൻ അതുവഴി വരുന്നത് യേശു കണ്ടിട്ടാ. എന്തിനാണെന്നറിയോ? താൻ ഇവിടെ എഴുന്നേക്കാതെ കടന്നാൽ അവൻ ഈ ക്രൂശ തൊടാൻ ഒരു അവസരം കിട്ടും. ആമേൻ പറയുന്നില്ല. അവൻ ഈ ക്രൂശ തൊട്ടാൽ അവന്റെ കെട്ടഴിയും. ഇത് റോമാക്കാർക്ക് അറിയത്തില്ല, പക്ഷെ യേശുവിനറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർത്തോണേ, യേശു ബലഹീനനെ പോലെ പലപ്പോഴും കിടക്കുന്നത് അവന് ബലമില്ലാഞ്ഞിട്ടല്ല. അവന്റെ ആ കിടപ്പിന്റെ അകത്ത് നീ വന്ന് ക്രൂശ തൊടുന്നത് അവൻ കണ്ടോണ്ടിരിക്കുകയാ. ഒരു മനുഷ്യൻ വിയർപ്പിന്റെ രൂക്ഷഗന്ധവും നെറുകയിൽ പേറി, കഷ്ടപ്പാടിനെ കഠിനാധ്വാനത്തിന്റെ കരിവാളിപ്പ് മുഖത്ത് പേറി തന്റെ വീട്ടിലേക്ക് വേഗത്തിൽ പുറപ്പെടുന്ന മനുഷ്യനോട് ഒരു കിങ്കരൻ, പടയാളി കിങ്കരൻ വന്നിച്ച് പറയുന്നത്, ക്രൂശെ പിടിക്കുക. നിങ്ങൾ ഉറങ്ങിയോ? ക്ഷീണിച്ചോ? എവിടെ പിടിക്കുക? ക്രൂശെ പിടിക്കുക. ഒരു മനുഷ്യന് ക്രൂശ് എടുക്കാൻ മേലാതെ. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ റോമാക്കാരുടെ കീഴിൽ 10,000 ക്രൂശീകരണങ്ങൾ നടന്നിട്ടുണ്ട്. ആമേൻ. ഇതുവരെ കുറ്റക്കാരനല്ലാതെ വേറൊരാളെ കൊണ്ട് ക്രൂശ തൊടിച്ചിട്ടില്ല. എന്നോട് കൂടെ ഇല്ല. 1000 ക്രൂശീകരണങ്ങൾ റോമാക്കാരുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇതുവരെ ക്രൂശയിൽ ആരെയും തൊടിച്ചിട്ടില്ല. എന്താ തൊടിക്കാഞ്ഞെന്നറിയോ? ഈ ശാപം അവന്റെ മേൽ കയറാതിരിക്കാൻ. പക്ഷെ ക്രൂശിന്റെ ചിത്രം മാറാൻ പോവാ. ഇന്നലെ വരെ ശാപം പ്രസവിച്ച ക്രൂശ് ഇന്ന് ആദ്യമായിട്ട് അനുഗ്രഹം പ്രസവിക്കാൻ പോവാ.
ഇന്ന് രാത്രി എന്നോട് പരിശുദ്ധമ പറയുന്നു, ഇന്നലെ വരെ പിശാച് നിന്നെ തറയ്ക്കാൻ ഉണ്ടാക്കിയ ആക്രോശ് 2010 നിനക്ക് വേണ്ടി ഒരു അനുഗ്രഹം പ്രസവിക്കാൻ പോകയാ. കാരണം ഒരു ചേഞ്ച്. നീ ഏത് തലമുറയെ കൊണ്ട് കയ്പ് തിന്നോ, ആ തലമുറ നിനക്ക് വേണ്ടി അനുഗ്രഹം പ്രസവിക്കാൻ പോകയാണ്. ഇല്ല, മിണ്ടുന്നില്ല. ഏത് വിഷയം നിന്നെ കൊണ്ട് കയ്പ് കുടിപ്പിച്ചോ, അതേ വിഷയം നിനക്കൊരു നന്മയായി മാറാൻ പോകയാ. തെളിവ് പറയാം. ചാക്കിന്റെ അകത്ത് പാനപാത്രം വെച്ച് കുറ്റവാളിയായി പിടിക്കപ്പെട്ട ബെന്യാമിൻ കൈക്ക് വിലങ്ങ് വെച്ച് അവനെ നടത്തിക്കൊണ്ട് ചെന്ന് ബെന്യാമിൻ ഓർത്തു ആമേ കാരാഗ്രഹത്തിലേക്കാ പോക്കെന്ന് എന്നോർത്ത് കഷ്ടപ്പെട്ട് ചെന്ന് നിങ്ങൾ മിണ്ടുന്നില്ല. ചെന്ന് എങ്ങനെ കൈക്ക് വിലങ്ങിട്ടവരെ എല്ലാം കൊണ്ടുപോകണം സാധാരണ കാരാഗ്രഹത്തിലേക്കാ. പക്ഷെ ഇവൻ ചെല്ലുന്തോറും ഇവന് മനസ്സിലായി എന്റെ മുഖ് കാരാഗ്രഹത്തിലേക്കല്ല, കൊട്ടാരത്തിലേക്കാ. മിണ്ടുന്നില്ല. ഇന്ന് രാത്രി ഓർത്തോണേ, എല്ലാ വിലങ്ങ് വെച്ചവരെ കാരാഗ്രഹത്തിൽ കൊണ്ടുപോകുമ്പോൾ ആമേ വിലങ്ങ് വെച്ച ബെന്യാമിന്മാരെ കാരാഗ്രഹത്തിലേക്കല്ല കൊണ്ടുപോകുന്നത്, അവരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. ഇന്ന് രാത്രി ആമേ വിലങ്ങ് വെക്കപ്പെട്ട ചിലരുണ്ട്, മനസ്സറിയാതെ കരയുന്ന ചിലരുണ്ട്. അവരോട് പരിശുദ്ധം ഒരു ദൂത് കൈമാറുന്നു. ഇന്ന് രാത്രി നിന്നെ കൊണ്ടുപോകുന്നത് നാശത്തിലേക്കല്ല. എന്നോട് കൂടെ ഉണ്ടോ? യോഗത്തിനിടയ്ക്ക് എഴുന്നേറ്റ് പോകാൻ ആർക്കെങ്കിലും പദ്ധതി ഉണ്ടോ? ഇല്ല. ആമേൻ പറഞ്ഞേ. മുഴുവൻ സകല ആളുകളും ഇത്ര വട്ടത്തിനകത്ത് വരും. യോഗം കഴിയുമ്പോൾ വരണം. എവിടെ വരണം? ഇവിടെ വന്ന് നമുക്ക് ഒരുമിച്ച് ഇവരുടെ ഈ വയറും ഒക്കെ നമുക്കൊന്ന് ചവിട്ടി കളഞ്ഞു വേണം ഇവിടുന്ന് പോവാൻ. സ്തോത്രം. പോവരുതാരും. ഞാൻ ഗൗരവമുള്ള കാര്യം പറയുമ്പോ നമ്മുടെ സംഘാടകർ, നമ്മുടെ പാസ്, നമ്മളെല്ലാം ഇവിടെ നിൽക്കും. ഒരു 5 മിനിറ്റ് എന്നാന്ന് നമ്മൾ അറിഞ്ഞിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. എത്ര പേര് ആമേൻ പറയുന്നു? നിൽക്കാൻ മേലാത്ത നമ്മുടെ അമ്മച്ചിമാർക്ക് മാത്രം ഒഴിവുണ്ട്. അമ്മച്ചിയായിട്ട് അഭിനയിക്കുന്നവർക്ക് ഒഴിവില്ല, അമ്മച്ചിമാർക്ക് മാത്രം. ശ്രദ്ധിക്ക്. കുറേനക്കാരനോട് പറഞ്ഞ ചെല്ലേ ക്രൂശ പിടിക്ക്. കുറേനക്കാരൻ 2 കൈയും തൊഴുത് വെച്ച പട്ടാളക്കാരോട് സാറേ ഞാൻ ആ ആളിന്റെ യോഗത്തിൽ പോയിട്ടില്ല. ഹലോ, എനിക്കറിയില്ല, നിങ്ങൾക്ക് വേണം. ഞാൻ ആ ആളുടെ യോഗത്തിൽ പോയിട്ടില്ല. പെന്തിക്കോസ്തുകാരെ എനിക്ക് അറിയാനും മേല. പ്രത്യേകിച്ച് യേശു എന്ന് പറഞ്ഞ പുള്ളിയുണ്ടല്ലോ, എനിക്കറിയാൻ മേല. ലാസ്റ്റ് കുറേനക്കാരൻ വളരെ ഗൗരവത്തോടെ പറഞ്ഞു, അയാൾ എന്റെ ആരുമല്ലെന്ന് നിങ്ങൾ മിണ്ടുന്നുമില്ല. അയാൾ എന്റെ ആരുടെ കൂടെ നടന്ന പത്രോസിന് പറയാമെങ്കിൽ പിന്നെ വെറുതെ നടക്കുന്ന കുറേനക്കാരന് പറയാൻ മേലെ അയാൾ എന്റെ ആരുമില്ല. ഈ സമയത്ത് പട്ടാളക്കാരൻ ചെയ്തു കേൾക്കണോ? അവന്റെ കയ്യിലിരിക്കുന്ന ആഹാരപ്പൊതിയും സഞ്ചിയും അരിയും എല്ലാം വലിച്ചോർ ഒറ്റ ഏറു കൊടുത്തു. ഉദരം തീ കത്തി ഭക്ഷണം കഴിക്കാൻ കാത്തു നിൽക്കുന്ന ഭാര്യയ്ക്കും തന്റെ കുഞ്ഞിനും കൊടുക്കാൻ താൻ സൂക്ഷിച്ചു കൊണ്ടുപോയ തന്റെ സമ്പത്ത് പൊടിമണ്ണിൽ ചെതറി വീഴുമ്പോൾ കൈവീശി ചാട്ട വീശി ഒറ്റയടിയ പോയെടുക്കണ ക്രൂശ് എന്ന് പറഞ്ഞു. എന്റെ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന വാക്യം എന്നെ വേദനിപ്പിക്കുന്ന വാക്യമാ. കുറേനക്കാരൻ ക്രൂശ് നിർബന്ധത്താൽ ചുമന്നു. ചേർന്ന് പറഞ്ഞേ, ഞാൻ ദൈവമക്കൂടി ഇതിന്റെ ഇടയ്ക്ക് ദൂത് പറയാം. നിർബന്ധത്താൽ ചുമന്നവന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചെങ്കിൽ മനസ്സോടെ ചുമക്കുന്നവന്റെ അനുഗ്രഹം എന്നതായിരിക്കും. ഇല്ല, ഇതൊന്നും അല്ല ആരാധന. മര്യാദയ്ക്ക് ആരാധിക്കേ. എന്ത് പറയുന്നു കർത്താവിന്റെ ദാസന്മാരെ? മനസ്സോടെ ചോക്കുന്നവർക്ക് എന്നതായിരിക്കും? അനിയമ്പാസ ഒന്ന് മനസ്സ് കൊടുത്ത് അങ്ങോട്ട് കരഞ്ഞോ? പിടിച്ചു വെക്കണ്ട. എന്തിനാ കർത്താവിന്റെ സ്ഥലത്ത് കരയാൻ കിട്ടുന്ന സമയം ഒന്നും കളയരുത്. പാവിട്ട് കരഞ്ഞേക്കണം. ഹല്ലേലൂയ. കുറേനക്കാരൻ നിർബന്ധത്താൽ കുറേനക്കാരനെ പിടിച്ചോണ്ട് പോകുമ്പോഴും പറയുന്നുണ്ട് എനിക്ക് അയാളെ അറിയാൻ മേല. നിങ്ങൾ മിണ്ടുന്നില്ല. അവിടെ ചെന്ന് കുറേനക്കാരൻ യേശുവിന്റെ ക്രൂശെ പിടിച്ചു. ക്രൂശെ പയ്യെ പിടിച്ചപ്പോ ക്രൂശിന്റെ അടിയിൽ കിടക്കുകയാ ചുവന്ന കണ്ണുള്ള ഒരു മാംസക്കഷണം. ക്രൂശെ പിടിച്ച് ഇവന്റെ കണ്ണും കുറേനക്കാരന്റെ കണ്ണും തമ്മിൽ ഒന്നുടക്കി. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഒന്നുടക്കി അവനെ കണ്ണിലേക്കൊന്ന് തുറിച്ചു നോക്കി. ഇനി ഗൾഫുകാരോട് പറയാൻ പറ്റിയൊരു ദൂത് ഞാൻ പറയാം. ചില പുള്ളികൾ നാട്ടിൽ ചെന്ന് വിവാഹം കഴിച്ചു, അവർ കുറച്ചാൾ കുടുംബത്തോടൊപ്പം താമസിച്ചു, ഗൾഫിലേക്ക് പോന്നു. ഗൾഫിൽ വന്നു കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ വൈഫ് പ്രഗ്നന്റ് ആണ്. അവർക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല, ഡെലിവറിക്ക് ചെല്ലാൻ എന്തിയില്ല, പറ്റില്ല. ഇവിടുത്തെ അർവാവും അറബിയും എല്ലാം കൂടെ ഞെക്കി വെച്ചിരിക്കുക. അവസാനം കൊച്ചിന് 2 വയസ്സുള്ള സമയത്ത് ആദ്യം നാട്ടിൽ പോകാൻ പറ്റുന്നത്. ആ മനുഷ്യന്റെ ആകാംക്ഷ എത്ര ഭയങ്കരമായിരിക്കും.
ഈ പുള്ളിയാണ് വലിയൊരു കപ്പടക്കൂത്ത മീശയൊക്കെ വെച്ച് ഇവിടുന്ന് നാട്ടിലോട്ട് പോവുക. അവിടെ ചെന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ ഈ മനുഷ്യന്റെ മനസ്സിൽ, ഓ എൻ്റെ കുഞ്ഞ്, അവൻ്റെ മുഖം ഒന്ന് കാണണം. ഈ പുള്ളി ലഗേജ് വല്ലതും എടുത്തുകൊണ്ട് വെളിയിലോട്ട് ചെല്ലുമ്പോൾ തൻ്റെ ഭാര്യ തൻ്റെ രക്തത്തിൽ ജനിച്ച ആ കുഞ്ഞിനെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ആ കൊച്ചൊരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ മനുഷ്യനെ? മിണ്ട് കണ്ടിട്ടുണ്ടോ? ഒരിക്കലും കണ്ടിട്ടില്ല. ഇയാളുടെ ഈ മീശ വെച്ചോണ്ടാണ് ഇയാൾ എല്ലാവരും പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്, ജോലിക്കാരെ. ഈ കൊച്ചനാ അങ്ങനെ ഭാര്യയുടെ അടുത്തോട്ട് ഈ പുള്ളി ചെല്ലുമ്പോ ഈ ഭാര്യ കൊച്ചിനോട് പറയും, മോനെ, മോന്റെ പപ്പായാ. ഇവനിങ്ങനെ തുറിച്ചൊരു നോട്ടമുണ്ട് ഈ മുഖത്തോട്ട്. ഈ മനുഷ്യൻ കൈ നീട്ടും. ആദ്യം അവനൊന്ന് പമ്മും. അമ്മ പറയും, മോന്റെ പപ്പായ. രണ്ടാമത് കൈ നീട്ടുമ്പോണ്ടല്ലോ ഒരച്ചിരിയും പകുതി മനസ്സുമായിട്ട് ചെറുകയൊന്ന് ചായും. കൈ നീട്ടിക്കൊണ്ടിരുമ്പോ ഇങ്ങോട്ടൊരു പിടി. മൂന്നാമത്തെ ആച്ചലിൽ ഇവൻ ചാടി ഈ മനുഷ്യന്റെ കൈ കയറും. 2 മിനിറ്റ് കഴിയുമ്പോ നാട്ടുകാരെ പേടിപ്പിച്ച മീശ ഇവൻ കൈകൊണ്ട് ഞെക്കി കളിക്കാൻ തുടങ്ങും. എന്റെ ചോദ്യം, ഈ മർക്കടനെ എങ്ങനെ 2 മിനിറ്റ് കൊണ്ട് ഈ കൊച്ചൻ ഒതുക്കി? എന്റെ മറുപടി എന്നാന്നറിയോ? ഇത് പരിചയം കൊണ്ടും ചിരി കൊണ്ടും അല്ലതാ. ഇവരുടെ രക്തത്തിനകത്തൊരു കാന്തം കിടപ്പുണ്ട്. ഇസ് മൈ സൺ. എത്ര പേര് മിണ്ടുന്നു? ചില പറഞ്ഞു, ഞാൻ അവനെ രക്ഷിക്കപ്പെടുത്തി 28 വർഷം ഇങ്ങനെ. അല്ല, നീ അവനെ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെടുത്തി അവനും അവന്റെ അപ്പനും തമ്മിൽ കണ്ടു. പിന്നെ ഇവിടെ നിൽക്കേണ്ടത് അവന്റെ കടമയാണ്. ഇതുപോലെ കുറേനക്കാരന്റെ കണ്ണും ക്രിസ്തുവിന്റെ കണ്ണും കൂടെ ഉടക്കിയപ്പോൾ ഒറ്റ നോട്ടത്തെ കുറേനക്കാരനെ ഫീൽ ചെയ്യാൻ തുടങ്ങി, ഇതെന്റെ പിതാവായി കിടക്കുന്നത്. ഇതെന്റെ വീണ്ടെടുപ്പുകാരന. അവൻ അവിടെ വെച്ച് യേശുവിനോട് ആരും കേൾക്കാതെ പറയുക, തെറ്റിപ്പോയി, നീ എന്റെ ആരുമല്ലെന്ന് പറഞ്ഞത് തെറ്റിപ്പോയി, നീ എന്റെ എല്ലാമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ക്രൂശ് ചുമക്കുന്ന അവന്റെ ജോലിയല്ല, അവന്റെ ഉത്തരവാദിത്തമായി മാറി. ഇങ്ങനെയാ സഭ അനുഗ്രഹിക്കപ്പെടുന്നത്. ഇപ്പോൾ ക്രൂശ് ചുമട് അവന്റെ ജോലിയല്ല, അവന്റെ റെസ്പോൺസിബിലിറ്റി ആയി മാറി. എത്ര പേര് സ്വോത്രം പറയുന്നു? നീ സഭയ്ക്കകത്ത് വന്നിരുന്ന ഒരു തവണ കൈയടിക്കുന്നത് നിന്റെ ഡ്യൂട്ടി അല്ല, അത് നിന്റെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കുന്നവർ ഒരു ബോക്സ് എടുത്തുകൊണ്ട് ആമേ ഹോളിന്റെ അകത്തുനിന്ന് പുറത്തോട്ട് പോകുന്നത് ആമേ നിന്റെ ഡ്യൂട്ടി അല്ല, അത് നിന്റെ ഉത്തരവാദിത്വം. രണ്ട് മിനിറ്റ് നിൽക്കാം, ആരും പോവല്ലേ, നമുക്ക് ഗൗരവമുള്ളൊരു കാര്യം. നമ്മുടെ പോൾ സെബാസ്റ്റിനെ ഞാൻ യേശുവാക്കുക. ഞാൻ കുറേനക്കാരനാകാൻ വിരോധമില്ലല്ലോ, ഇല്ലേ? പുള്ളി വീട്ടിൽ ചെന്ന് എന്നോട് വഴക്ക് കൂടും. നിങ്ങൾ കണ്ടോ യേശു ക്രൂശുമായിട്ട് നിൽക്കുക, ഞാൻ ക്രൂശ് ചുമക്കാൻ കൂടെ കൂടുക. എന്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്യം, കുറേനക്കാരൻ യേശുവിന്റെ ക്രൂശിന്റെ പിൻഭാഗം ചുമന്ന. എത്ര പേര് വായിച്ചോട്ടെ? നാമയം പറഞ്ഞേ. അപ്പൊ മുൻഭാഗം ആരുടെ തോളെ തന്നെ ആയിരുന്നു? നമ്മുടെ ചില ആളുകളുടെയൊക്കെ നടപ്പ് കണ്ടാ തോന്നും അവര് പന്തലുതാങ്ങികളെ പോലെയാണ് നടക്കുന്നത്. ഇതല്ല, അല്ല, മുൻഭാഗം അവന്റെ തോളല്ല, പുറകെ കൂടെ പമ്മി പമ്മി പോയാ മതി. നീ അതാണ് നീ ക്രൂശിന്റെ വഴി എന്ന് പറയുന്നത്. യേശു ക്രൂശ് ചുമക്കുക. എന്നോട് പറഞ്ഞു ക്രൂശെ പിടിക്കാൻ. നിങ്ങൾ പറ, ഈ ക്രൂശിന്റെ വെട്ടിച്ചേർത്ത ഭാഗം ഉണ്ടല്ലോ, ഈ ക്രോസ്, ഇത് യേശുവിന്റെ തോളെ ഇരിക്കുക. കേൾക്കുന്ന രാമേ പറഞ്ഞേ, ഞാൻ പുറകിന്ന് ക്രൂശ് ചുമക്കുക. ഞാൻ പുറകിന്ന്, കേൾക്കുന്ന രാമൻ പറ. എനിക്ക് കണ്ണടക്കല്ലേ, ആരെങ്കിലും കണ്ണടക്കണം, അവരെ കസേരയോടെ തള്ളി മറിച്ചിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് ഒരു ലഡു മേടിച്ചു തരും. കാര്യം ഇത്രയും നല്ല കാര്യം പറയുമ്പോൾ കണ്ണടച്ച പിന്നെ എന്നാ പറയുമ്പോഴാണ് കണ്ണ് തുറക്കുന്നത്. ഓ, ദേ ക്രൂശ് ചുമക്കുക. യേശു തലേ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല, അവശനാ. അടിയേറ്റ് രക്തം മുഴുവൻ പോയി. നിങ്ങൾ കണ്ടിട്ടില്ലേ? അടുക്കളക്കകത്ത് ഭാര്യയുടെ കൈ മുറിഞ്ഞ ഭർത്താവ് പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്ന കണ്ടിട്ടില്ലേ? ബോധക്കേട് ഉണ്ടാകാതിരിക്കാനാ. ഇത് കഴിഞ്ഞൊരു രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല. പിറ്റേ ദിവസം രാവിലോട്ട് അടിച്ച് രക്തം മുഴുവൻ ഒഴുകി നിൽക്കുക യേശു. അപ്പൊ യേശുവിന്റെ കണ്ണ് കറങ്ങി നിൽക്കുക. ഇത്രയും വലിയ ക്രൂശുമായിട്ട് ചുമന്ന് 10 സ്ഥലത്ത് വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്ന യേശുവിന്റെ ബലഹീനത നോക്കിയേ. ആമേൻ. ഈ യേശു 11ാമത്തെ സ്ഥലത്ത് കുറേനക്കാരന്റെ സഹായത്തോടെ ക്രൂശുമായിട്ട് എഴുന്നേറ്റു. ഞാൻ കുറേനക്കാരനാ, ഞാൻ ക്രൂശ് ചുമക്കുക. നിങ്ങൾ നോക്ക്, ഞാൻ ക്രൂശ് ഇങ്ങനെ നിവർത്തി ചുമക്കാൻ തുടങ്ങി. എങ്ങനെ? നിങ്ങൾ പറ. ഞാൻ ഇങ്ങനെ നിവർന്ന് ചുമക്കുമ്പോൾ
യേശുവിന് ഭാരം കുറയുവോ കൂടുവോ? കാര്യം ഈ ക്രോസ് ഈ തോളലിരിക്കുക. ഇന്നോ ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നാട്ടുകാർ കണ്ടാ പറയുന്നത് സുഭാഷ് ക്രിസ്ത്യാനിയാ, കാരണം ക്രൂശെ പിടിച്ചിരിക്കുക. പക്ഷെ കർത്താവിനെ മാത്രമേ അറിയത്തുള്ളൂ ഇവൻ വന്നേ അന്നോട്ട് എനിക്ക് ഭാരം കൂടുതലാ. ഹലോ, ചിലതിനെയൊക്കെ വലിച്ചു കയറ്റി അന്നു മുതൽ ഭാരമാ. ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാനതിലെ വന്നിട്ടുമില്ല. ഇങ്ങനെ ഇരിക്കുക. അപ്പൊ കുറേനക്കാരൻ നോക്കുമ്പോ 2 മിനിറ്റ് നിൽക്കുക. കുറേനക്കാരൻ നോക്കുമ്പോ ഈ ഫ്രണ്ടിൽ ക്രൂശുമായിട്ട് പോണ യേശുവിന്റെ കാല് വെച്ച് പോവുക. കാര്യം എന്താണെന്നറിയോ? ഭാരം. കുറേനക്കാരൻ 1 മിനിറ്റ് ഉണ്ട്. പുള്ളിക്ക് PhD BEd MTH ഒന്നുമില്ല. പുള്ളിയുടെ മനസ്സിലൊരു ചിന്ത, ഈ യേശുവിന്റെ കാല് വഴുതി പോകുന്നത് ക്രൂശിന്റെ ഭാരം കൂടിയിട്ടാ. അത് കുറച്ചും കൂടി എന്റെ തോളേട്ട് വരുത്താൻ എന്നാ ഒരു മാർഗം. കുറേനക്കാരൻ അവിടെ വെച്ചൊരു മർമ്മം മനസ്സിലായി. ഈ ആള് നിവർന്ന് ചുമക്കുമ്പോ ഞാനൊന്ന് കുനിഞ്ഞു ചുമക്കാങ്കിൽ കുറച്ച് ഭാരം എന്റെ തോളെ വരുത്താൻ പറ്റും. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ അവിടെ വെച്ചൊരു തീരുമാനം എടുക്കുക. ക്രൂശിന്റെ വഴിയിൽ അവൻ നിവർന്നും ഞാൻ കുനിഞ്ഞു നടക്കുക. കണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം, താഴ്മയില്ലാതെ ആരെല്ലാം ക്രൂശിന്റെ ചോട്ടി വന്നിട്ടുണ്ടോ അവനെല്ലാം കർത്താവിന് തലവേദനയാണ്. കുറേനക്കാരൻ ഇനി എന്റെ മർമ്മത്തിന്റെ ഒരു കൊച്ചു കാര്യം പറയാനാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് വരുന്നത്. സ്വത്രം പറഞ്ഞേ. കുറേനക്കാരൻ ക്രൂശ് കുനിഞ്ഞു ചുമക്കാൻ തുടങ്ങി. നിങ്ങൾ ഈ മൈക്ക് സ്റ്റാൻഡിന്റെ ആംഗിൾ കണ്ടോ? ഇങ്ങനെ ചാഞ്ഞു നിൽക്കുക. യേശുവിന്റെ തോളെന്ന് കുറേനക്കാരന്റെ തോളിലേക്ക് ക്രൂശിന്റെ പുറകിലോട്ടുള്ള തടി ചാഞ്ഞു നിൽക്കുക. കണ്ടവർ മാത്രം ആമേൻ പറഞ്ഞ്. കുറേനക്കാരനും യേശുവും കൂടെ ക്രൂശുമായിട്ട് ഇങ്ങനെ നടന്നു പോകുക. ഒരു 10 മിനിറ്റ് നടന്നപ്പോ കുറേനക്കാരന്റെ തോളിൽ ഒരു ചെറിയ, ഷോൾഡറിൽ ഒരു ചെറിയ നനവ്. കുറേനക്കാരൻ പയ്യെ ഇങ്ങനെ തപ്പി നോക്കിയപ്പം ബ്ലഡ്. പുള്ളി മനസ്സിലോർത്തു, ഓ ഇത്രയും വലിയ തടി തോളെ വെച്ചതല്ലേ, അതിങ്ങനെ കൊണ്ടു പൊട്ടിയതായിരിക്കും. എന്നെ കേൾക്കുന്നില്ല ചിലര്. കുറച്ച് കഴിഞ്ഞപ്പോ ഈ സൈഡ് മൊത്തം ബ്ലഡായി. മിണ്ടുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ശരീരം മൊത്തം. ഈ പുള്ളിക്കാരത്തിന് ഈ ബ്ലഡ് വന്ന് ദേഹത്ത് മുട്ടിയപ്പോ തൊട്ടേ ഒരു പ്രത്യേക ബലം. ഹല്ലേലൂയ. ഇത് വന്ന് തൊട്ടപ്പോ തൊട്ട് എന്തോ ഒരു ഉണർവ്, ഒരു ശക്തി. ക്രൂശ് കൊണ്ട് ഗാൽഗുത്തായിൽ മറിച്ചിട്ടപ്പം പടയാളികൾ പറഞ്ഞു, ഇനി നീ പൊക്കോ, ഇനി നീ പൊക്കോ. നിങ്ങൾ നോക്കിക്കേ, രക്തം പറ്റിയ ശരീരം. എന്നെ നോക്കുന്നവർ ആമേൻ പറഞ്ഞേ. ആമേൻ. രക്തം പറ്റിയ ശരീരമായി കുറേനക്കാരൻ എങ്ങോട്ട് പോവുക? പറഞ്ഞേ. സമയം കഴിഞ്ഞിട്ടും ഭർത്താവ് വരാത്തത് കൊണ്ട് വീടിന്റെ വാതിക്കൽ 2 പീക്കിരി പിള്ളേരെയും പിടിച്ചുകൊണ്ട് അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുക. അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ആകാശം ഇരുളുന്നു, പറവ ചേക്കേറാൻ പോകുന്നു, വല്ലാത്തൊരു കാറ്റ്, ഏതാണ്ടെല്ലാം പ്രശ്നം. പിള്ളേർ അമ്മയോട് ചോദിച്ചു, അമ്മ അച്ചായൻ വരാൻ താമസിക്കുന്ന. അമ്മ പറഞ്ഞു, എനിക്കറിയില്ല, വരേണ്ട സമയം കഴിഞ്ഞതാ. ഈ അമ്മയുടെ മനസ്സിൽ പേടി കൂടി. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഇവളിങ്ങനെ വരണ്ടിരിക്കുക. കുറേനക്കാരന്റെ അവസ്ഥ ഞാൻ പറയാം. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ താൻ സമ്പാദിച്ചതല്ല അവര് തട്ടിക്കളഞ്ഞു. മിണ്ടുന്നില്ല. പക്ഷെ താൻ സമ്പാദിക്കാത്തതൊന്ന് തന്റെ ദേഹത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ കിടന്ന് വേളം വെക്കുമ്പോ അന്യഭാഷ പറയാനിരിക്കാതെ ദൂതകത്ത് കയറുമ്പോ മരി അതൊക്കെ സ്വത്രം പറ. താൻ സമ്പാദിച്ചതെല്ലാം കയ്യിൽ നിന്ന് ലൂസായി. താൻ സമ്പാദിക്കാത്തതൊന്ന് തന്റെ ശരീരത്ത് പറ്റിയിട്ടുണ്ട് ഇപ്പൊ. അതുകൊണ്ട് ഈ പുള്ളി നടന്ന് വീട്ടിലോട്ട് ചെല്ലുകയാ. ഭാര്യയും പിള്ളേരുടെ വീടിന്റെ വാതിക്കെ കാത്തിരിക്കുമ്പോ അങ്ങകലെന്ന് പൊട്ടുപോലെ വരുന്ന ഒരാള്. ഭാര്യ പിള്ളേരെ അവിടെ എടുത്ത് അലറി കരഞ്ഞോണ്ട് ഓടി. ഇനി എനിക്ക് 5 മിനിറ്റ് കൂടെ മതി. എത്ര മിനിറ്റ് കൂടെ മതി? 5 മിനിറ്റ് കൂടെ മതി. ഭാര്യ അലറി കരഞ്ഞോണ്ട് ഓടുക. അച്ചായൻ താമസിച്ചാലെന്ന് അറിയത്തില്ല. വെപ്രാളം കേറി ഇവള് ഓടിച്ചെന്ന് കുറേനക്കാരൻ നോക്കുമ്പോ നമുക്ക് വെപ്രാളം കൂടി. കാര്യം എന്താണെന്നറിയോ? രക്തത്തെ കുളിച്ചു നിൽക്കുന്നു തന്റെ ഭർത്താവ്.
വിളിച്ചു, അയ്യോ എന്തോ സംഭവിച്ചു? ആരാ നിങ്ങളെ ഉപദ്രവിച്ചത്? ആരാ നിങ്ങളെ മുറിച്ചത്? മസ്കറ്റുകാരോട് എനിക്ക് നെഞ്ച് തുറന്നൊരു ദൂത് പറയാനുള്ളത് ഞാൻ ഇന്ന് രാത്രി പറയാം. അന്ന് കുറേനക്കാരൻ പറഞ്ഞ മറുപടി കേൾക്കണോ? കുഞ്ഞെ, കുറിച്ചിട്ടോ, രക്തം മാത്രമേ എന്റെ ദേഹത്തുള്ളൂ, മുറിഞ്ഞത് എനിക്കല്ല. ഇതൊക്കെ പറയുമ്പോ അകം പിടയ്ക്കാൻ തുടങ്ങണം. എനിക്കൊന്നും പറയില്ല, ഞാനിത് പറഞ്ഞ അന്നേരം നിർത്തും. എനിക്ക് എന്നെ പ്രത്യേക പരിപാടികളൊന്നുമില്ല. രക്തം മാത്രമേ എന്റെ ദേഹത്തുള്ളൂ, മുറിഞ്ഞത് എനിക്കല്ല. ആമേ പറഞ്ഞേ. കുറേനക്കാരന്റെ ഭാര്യ പറഞ്ഞു, ഈ രക്തം വെച്ചാണ് നടക്കാതെ. കുറേനക്കാരൻ പറഞ്ഞു, കുളിക്കുകയല്ല, ഇതൊരു മഹാഭാഗ്യമാണ്. രക്തം ദേഹത്ത് പറ്റാത്ത ഭാര്യമാർ പലതും പറയോ, പക്ഷെ രക്തം ദേഹത്ത് മുട്ടിയ ഖുർആനക്കാരൻ പറയോ, ഇത് കളയാനുള്ള രക്തമല്ല, ഇത് കരുതാനുള്ള രക്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എനിക്ക് 2-3 മിനിറ്റ് മതി. കേൾക്കുന്ന രാമൻ പറഞ്ഞേ. ഭാര്യ പറഞ്ഞു, ഖുർആനക്കാരനോട് പറഞ്ഞു, നിങ്ങൾ സ്വോത്രം പറയോ? ഇല്ലായിരിക്കും അല്ലേ? നിങ്ങളിവിടെ പ്രാർത്ഥിക്കാൻ വരുമോ? ഇല്ലായിരിക്കും. ഇല്ലെങ്കിൽ വീട്ടിലോട്ട് പോയിരിക്കാൻ. ഖുർആനക്കാരൻ രക്തം പറ്റിച്ചു. ഭാര്യ പറഞ്ഞു, അച്ഛാ കുളിക്ക്. ഹൈന്ദവര് സാധാരണ മറവെട്ടി പോയി കുളിച്ചേച്ചൊക്കെയല്ലേ വരയ്ക്കാത്ത കയറുള്ളൂ. ഇതുപോലെ ഭാര്യ പറഞ്ഞാൽ കുളിക്ക്. എല്ലാവരുടെ രക്തം പോയി, ആരാന്നറിയത്തില്ല, ഏതോ ഒരുത്തൻ യേശുവാന്ന് പറഞ്ഞു. ഖുർആനക്കാരൻ പറഞ്ഞു, മിണ്ടിപ്പോരുത്. ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. സ്വർഗത്തിൽ രക്തമില്ല. സ്വർഗത്തിൽ രക്തമുണ്ടോ? സ്വർഗത്തിൽ രക്തമില്ല. ദൂതതുല്യമാണ്. ദൂതന്റെ ശരീരത്തിൽ രക്തമുണ്ടോ? ഓപ്പോസിറ്റീവ് AB ഒന്നുമില്ല. സ്വർഗത്തിൽ രക്തമില്ല, ഭൂമി രക്തമുണ്ട്. സ്വർഗത്തിൽ വിശുദ്ധിയുണ്ട്, ഭൂമി വിശുദ്ധിയില്ല. എന്താ യേശുവിന്റെ രക്തം എന്ന് ഞാൻ പറയാം. സ്വർഗത്തിലെ വിശുദ്ധി ഭൂമിയിലെ രക്തത്തിൽ പൊതിഞ്ഞിറങ്ങിയതാ യേശുവിന്റെ രക്തം. ശ്രദ്ധിച്ചോണേ. ഖുർആനക്കാരന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രസംഗം വശയില്ലായിരിക്കും അല്ലേ? വശപ്പെടണമല്ലോ. ഇവിടെ കിടന്ന് ഞാനും വെള്ളം വെച്ച് നിങ്ങളും വെച്ചു ആന്ധ്രാവായി വലിക്കുന്നതിനൊക്കെ നല്ലത് ഒരു മർമ്മം അകത്തോട്ട് കയറട്ടെ. ഉമ്മ അങ്ങോട്ട് പോകുന്ന വഴുതിട്ട് ആകം തിളയ്ക്കും. ഖുർആനക്കാരൻ നേരെ പെരയുടെ നേരെ ചെല്ലുക. എന്നാൽ 8 കാലി പോലെ പരാജയം തിന്നുന്ന 12 പിള്ളേരൊക്കെ പെരയ്ക്കാത്തിരുന്നുണ്ട്. പുള്ളിയുടെ മക്കളാ. മുട്ട മേടിച്ച് കുഴഞ്ഞ് സ്കൂളിൽ പോയി. കാര്യം പഠിക്കാനൊന്നും ബുദ്ധിയില്ല. തലയ്ക്ക് പൊട്ട് പിടിച്ച പിള്ളേർ ആകെ കുഴച്ചില്ല. സ്തോത്രം. ഞാൻ ഈ വീഡിയോക്കാരോട് ചെയ്യുന്ന ദോഷമല്ലേ, അവർ എന്റെ പുറകെ കറക്കി നടക്കുക. പക്ഷെ ഞാൻ എന്താ ചെയ്യാൻ? എനിക്ക് ഇങ്ങനെ നടന്നാലേ ശരിയാവുള്ളൂ. കിട്ടിയാൽ മതി മക്കളെ, അല്ലാതെ കാണാം. സ്തോത്രം. ശ്രദ്ധിച്ച് കേട്ടോണേ. ഖുർആനക്കാരൻ പെരയ്ക്കാത്തോട് കയറാൻ വന്നിട്ട് ഭാര്യ പറഞ്ഞു, അച്ഛാ കുളിച്ചിട്ട് കയറാം. ഖുർആനക്കാരൻ പറഞ്ഞില്ല, ഈ രക്തം കൊണ്ട് ഞാൻ പെരയ്ക്കാത്ത കയറാം. ആ പുൾപിറ്റ് ഖുർആനക്കാരന്റെ വീടാണെന്ന് ചിന്തിക്കാവോ? ഹലോ, പുൾപിറ്റ് ഖുർആനക്കാരന്റെ വീടാന്ന് ചിന്തിക്കാവോ? ദേ, ഞാൻ ഖുർആനക്കാരനാ, ഞാൻ പെരയ്ക്കാത്തോട് കയറാൻ പോവാ. ഞാൻ വീടിന്റെ നേരെ അടുക്കുക. പുറമെ നോക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ ഖുർആനക്കാരന്റെ പേരക്കകത്ത് വലിയൊരു അലർച്ച കേൾക്കാം. ആരാന്നറിയോ? അവന്റെ പേരക്കകത്ത് അവന്റെ കുടുംബത്തെ തകർത്ത് കുടിയിരുന്ന പിശാച് അവിടെ അലറാൻ തുടങ്ങി. അവന്റെ തലമുറകളെ തകർത്ത പിശാച് പെരയ്ക്കകത്ത് അലറാൻ തുടങ്ങി. എന്നെ കേട്ടെ, ഒരു 2 മിനിറ്റ് കൂടെ ആരാധിക്കാൻ നമുക്ക് സമയമുണ്ടെന്ന്. അകത്തുനിന്ന് പിശാച് പറയുക, ഇനി നമുക്കിവിടെ ഇരിക്കാൻ പറ്റുകയില്ല. കാര്യം എന്നാണെന്നറിയോ? വരുന്നത് ഡിസ്ട്രിക്ട് പാസ്റ്ററിന്റെ രക്തമല്ല, മിണ്ടുന്നില്ല. വരുന്നത് ഓവർസിയറിന്റെ രക്തമല്ല, വരുന്നത് പിശാചിന്റെ തലയെ തകർക്കുന്നവന്റെ രക്തമാണ്. ഇന്ന് രാത്രി നീ യോഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആ രക്തം പോരട്ടി ദൈവാത്മാ നിന്നെ വിടാൻ പോവുകയാ. നീ കമ്പനി ചെന്ന് കയറുമ്പോ പിശാച് അവിടെ അലറാൻ തുടങ്ങും. യെസ്, ഹല്ലേലൂയ. ഖുർആനക്കാരന്റെ പേരക്കകത്ത് പിശാച് അലറുക. പിശാച് കൂട്ടമായിട്ട് അവന്റെ പെരക്കകത്ത് കുടി ഒഴിഞ്ഞു. എന്നാ തെളിവ്? പൊട്ടു പിടിച്ച പിള്ളേരിൽ ഒരുത്തൻ റോമിലെ ഗവർണറായി. നിങ്ങൾ മിണ്ടുന്നില്ല. ഒരുത്തൻ ബിഷപ്പായി.
ബിഷപ്പും ഗവർണറും വെളിപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ? ആ പിള്ളാരെ ബന്ധിച്ച ശാപം രക്തം ചെന്നപ്പോ അഴിഞ്ഞത് കൊണ്ടാ. എഴുന്നേറ്റേ, എഴുന്നേറ്റേ, എഴുന്നേറ്റേ. ഒറ്റയാള് പുറകെ നിൽക്കട്ടെ. സകല പുള്ളികൾ ഇവിടെ വാ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ബാബാ നേരെ മുമ്പോട്ട് വാ, 2 മിനിറ്റ്. ചില കുഞ്ഞുങ്ങൾ തറുതല പറയുന്നു, ചിലർക്ക് ബുദ്ധി വരുന്നില്ല, ചില കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കുന്നില്ല, ചില കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എന്താ? നിന്റെ വീടിനകത്ത് കുടിയിരിക്കുക പിശാച്. ഇന്ന് രാത്രി ദൈവം അതിനെ പുറത്താക്കാൻ പോവാ. കേട്ടോ? അവനവന്റെ കുഞ്ഞുങ്ങൾ അടുത്തുണ്ടെങ്കിൽ അവരെ പിടിച്ചോ, അവരുടെ ദേഹത്തെ പിടിച്ചോ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ ചിന്തിക്കരുത്. കുടുംബമായിട്ട് യോഗത്തിന് വന്നിരിക്കുന്നവരുടെ കൈയൊന്നും കണ്ട, കുടുംബമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ദയവായിട്ട് അവരടുത്തടുത്ത് വന്ന് അവരടുത്തടുത്ത് നിൽക്കുക. അവരുടെ ഭർത്താക്കന്മാരുടെ കയ്യിൽ പിടിക്കുക. അവരടുത്തടുത്ത് വാ, അവരടുത്തടുത്ത്. ആരാധന ഒരു മഹത്വം ചില കുടുംബങ്ങളുടെ മേൽ ഇറങ്ങുകയാണ്. ചിലരുടെ തലമുറകളിൽ വാഗ്ദത്തം ഉള്ളത് ഇങ്ങനെ വെളിപ്പെട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ പിശാച് കൂടിന് പിടിച്ചിരിക്കുക, വിടത്തില്ലെന്ന് പറഞ്ഞ്. ഇത് പിശാചിന്റെ രാത്രിയല്ല. ചേർന്ന് പറ, ഇത് യേശുവിന്റെ രക്തത്തിന്റെ രാത്രി. ചില കുടുംബങ്ങൾക്കകത്ത് പിശാച് അലറാൻ തുടങ്ങിയിട്ടുണ്ട്. ചില വീടുകളുടെ അകത്ത് പിശാച് അലറാൻ തുടങ്ങിയിട്ടുണ്ട്. ജനഭവനങ്ങളുടെ അകത്ത് പിശാച് അലറാൻ തുടങ്ങിയിട്ടുണ്ട്. നിന്റെ കുടുംബത്തിന്റെ ചരിത്രം ഇന്ന് രാത്രി മാറുകയാ, ഇന്ന് രാത്രി മാറുകയാ. ചേഞ്ച്, ചേഞ്ച്. Power, power, power. Release, release, release. Now I command. സഭയിലെ സഹോദരിമാർ ആരെങ്കിലും ബൈക്കിൽ വാ, ആരെങ്കിലും വാ, ആരെങ്കിലും വാ, ഓടി വാ. അതല്ല, അധി ഇവളുടെ മേൽ ഇറങ്ങുന്നു. Power. Hey. Holy Spirit, we welcome you. We welcome you. Release. Release. Come on. Release. Power, power, power. ആത്മാവ് ഇന്ന് രാത്രി നിന്നോട് പറയുകയാണ്, ശത്രു എഴുതി വെച്ച ചില വിധികൾ ഇന്ന് രാത്രി മായാൻ പോയാ. നാളെയല്ല, ഇപ്പോൾ, റൈറ്റ് നൗ. ഒരു വര വരച്ചിട്ടുണ്ട്. കഴിവ് എത്ര ഉണ്ടായിരുന്നു, ചെന്ന് തൊട്ടടത്തെല്ലാം നിന്നെ ഒതുക്കാൻ പിശാച് പോരാടിയ സമയങ്ങൾ. ഒരു ഘട്ടത്തിൽ നീ മനസ്സ് പോലും മടുത്തുപോയി. പല വള്ളങ്ങളും തുഴഞ്ഞു കയറിപ്പോയപ്പോ ഒരു വള്ളം മാത്രം പുറകോട്ട് കിടക്കുന്നു. എവിടെ പിള്ളേര്? 2 പേര്. എഴുതിയ ചില വിധികൾ ഇന്ന് രാത്രി മായാൻ പോവാ. പിശാച് വെച്ച സ്കെയിൽ ഇന്ന് രാത്രി ഓടിയുകയാണ്. ഒരു ഭയങ്കര വിടുതൽ.
വെയിറ്റ് ചെയ്യുന്ന ഒരു ദൈവമഹത്വം എന്റെ ജനത്തിന് വേണ്ടി. താങ്ക് യു ജീസസ്. അപ്പം വളരെ വ്യക്തമായിട്ട് പറയുന്നു, തൊഴിലാളിയല്ല, നീ മുതലാളിയാണ്. ദൈവാത്മാ പറയുന്നു, നീ കസേരയിൽ ഇരിക്കാൻ ആർത്തിയോടെ വരുമ്പോൾ നിന്റെ ചുവട്ടിൽ നിന്ന് കസേര എടുത്തു മാറ്റിയിട്ടുണ്ട് പലതവണ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ചിലത് ഇട്ട് നിന്നെ ഉറപ്പിക്കുകയാ. 3 മറുപടികൾ നിന്റെ ഭവനത്തിൽ ഇറങ്ങും. 2011 4-ാമത്തെ മാസത്തിന് മുമ്പ് നീ എന്റെ മഹത്വം ദർശിക്കും. അന്ന് നിന്റെ ചുറ്റും നിൽക്കുന്നവരത് കാണും. പിശാച് വെച്ച ചില ദുർവിധികൾ ഇപ്പൊ മായ, ആരോഗ്യത്തോടെ കുഞ്ഞിന് ജന്മം കൊടുക്കത്തില്ലെന്ന് വാദിച്ചില്ലേ? ഉദരത്തിൽ തകർത്തുകളെന്ന് വെല്ലുവിളിച്ചില്ലേ? എന്റെ കരുണ എന്റെ ജനത്തെ വലയം ചെയ്യുന്നു. എനിക്കറിയില്ല, ഞാൻ ഒരാളോട് പ്രവചിച്ചാൽ എന്ത് കഷ്ടമാ. എനിക്ക് ഓടി നടന്ന് എല്ലാവരോടും പറയാൻ പറയുന്നു. ആമേ, ആത്മാവ് പറയുന്നു, ചില വീടിനകത്തുനിന്ന് പിശാചിനെ കുട്ടിയിറക്കുന്ന രാത്രിയായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് സംഭവിക്കാൻ പോവാ, അത് സംഭവിക്കാൻ പോകുകയാ. ഒരു വലിയ ദൈവമഹത്വം എന്റെ ജനത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്. ആത്മാവ് നിന്നോട് പറയുന്നു, കുഴിക്കകത്ത് വീണ യോസഫ്, ചന്തയിൽ വിലപേശപ്പെട്ട യോസഫ്, അവന് വേണ്ടി ഒരു കസേര. എന്റെ ദാസനെ, നിനക്ക് വേണ്ടി ആത്മാവ് ഒരുക്കിയ കസേരയിൽ ഇതുവരെ നീ എത്തിയിട്ടില്ല. നിന്നെ ഞാൻ എത്തിക്കും. നീ ഒരു പാസ്റ്റർ അല്ല, പക്ഷേ നിന്റെ മേലൊരു അനോയിന്റിംഗ് ഉണ്ട്. കാട് വെട്ടി തെളിക്കുന്നവനായി നിന്നെ കാണുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രാണൻ വിട്ടുപോകുന്ന പോലെ നിന്റെ ആത്മാവിനെ തൊട്ട് ഞാൻ ഇടപെടാൻ പോകുകയാ. നീ ഇരിക്കുന്ന മുറിയിൽ നീ ബോധരഹിതനായി കിടക്കും. അപ്പോൾ നിന്റെ ആത്മാവിൽ എന്റെ ആത്മാവ് ദൂതുകൾ കുത്തി നിറച്ചിരിക്കും. ഒരു അലക്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് പറയുന്നു. മഹത്വമുണ്ട്, അത് നടക്കും. ദൈവാത്മാവ് എന്റെ ജനത്തോട് പറയുന്നു, ഒരുക്കിയിട്ട പല വഴികളിലും മുള്ളു നിരത്തിയിട്ടിട്ട് ഇതിലെ നടന്നോളാൻ ആരൊക്കെയോ പറഞ്ഞു. വെച്ച കാലിലെല്ലാം മുള്ളു കൊണ്ടിട്ട് കാല് പുറകോട്ടെടുത്തു. വാഗ്ദാനങ്ങൾ എത്ര, ഓഫറുകൾ എത്ര. എല്ലാവരും നിലത്ത് യേശുവിനെ കാണുമ്പോൾ ഒരു സക്കായി മരത്തിൽ കഷ്ടപ്പെട്ട് കയറിയതുപോലെ പലപ്പോഴും പലരും ഈസിയായി റൺ ചെയ്യുമ്പോൾ എന്റെ വഴികളെല്ലാം ശത്രു അടയ്ക്ക. പക്ഷെ ദൈവാത്മ പറയുന്നു, ഒരു യോസഫിന്റെ വാഗ്ദത്തം നിന്റെ മേൽ ഇന്ന് രാത്രി കുറിച്ചിട്ടോ. ഒരുപക്ഷെ ഇതിനും ഒരു പ്രവാചകനും പറഞ്ഞു കാണത്തില്ലായിരിക്കാം, പക്ഷെ എനിക്കത് വിഷയമല്ല. ആത്മനോട് പറയുന്നു, ഒഴിഞ്ഞ ചാക്കുമായി പലരും നിന്റെ അടുക്കൽ വരും. നിന്റെ ആത്മമണ്ഡലത്തെ ഒരു മീഡിയത്തിൽ നിർത്തിയിരിക്കുക. മുന്നേറാൻ നിന്നെ അനുവദിക്കത്തില്ല. അന്തരീക്ഷം മാറാൻ പോവാ. നിന്നെ തീകോളം വലയം ചെയ്യും. ഹല്ലേലൂയ. ദിവസങ്ങൾ അത് ഉണ്ടാകും. ദാസനെ, ആത്മാവ് പറയുന്നു, ഒത്തിരി വേഗത്തിൽ ഓടിപ്പോകുന്ന പല വാഹനങ്ങൾ, പലപ്പോഴും വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയാതെ ഒതുക്കിയിട്ട ചില മണ്ഡലങ്ങൾ ഇന്ന് രാത്രി അക്കട്ട് അഴിയുകയാ. God Jesus, ഞാൻ നിന്റെ മകനെ പിടിച്ചിരിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഈ ശരീരത്തിൽ വരുന്നു. കുൽമാരമാസി കാരകട ഒരു ഭയങ്കര വാഗ്ദത്തം നിന്റെ മേൽ കടക്കുക. നീ മറ്റൊരു രാജ്യത്ത് ഒരു നന്മയുടെ ഉടമസ്ഥനായിരിക്കും. ഈ രാജ്യം നിനക്ക് ശാശ്വതമല്ല. എനിക്കറിയില്ല ഇന്ന് രാത്രി എന്തോ സംഭവിക്കുന്നു. വാഗ്ദത്തം കിടപ്പുണ്ട്, ഭയങ്കരം. വല വീശിടന്നെല്ലാം മീൻ വെട്ടി മാറിയതുകൊണ്ട് പത്രോസ് കടലിൽ പരാജയപ്പെട്ടെന്ന് ആരും വിധി എഴുതണ്ട. ഈ മൂന്നും അറിയാതെ മീൻകൂട്ടത്തെ ഞാൻ പടകിനടുത്ത് വിളിക്കാൻ പോവാം. 2 മാസം കഴിയുമ്പോൾ ആഗ്രഹിച്ച പല വിഷയങ്ങളുടെ മനസ്സിൽ കരുതുന്നതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി അഴിയ ആരും അറിയാതെ കരഞ്ഞ കണ്ടത് എന്റെ
ആത്മാവ് നിന്റെ മേൽ വരുന്നുണ്ട്. എങ്ങനെ ദൈവത്തിന്റെ ടൈം അറിഞ്ഞു? ഇത് നിന്റെ വിടുതലിന്റെ സമയമാ. ഇന്ന് രാത്രി പറ, എന്റെ കുടുംബത്തെ ദൈവം റിലീസ് ചെയ്യുകയാ. എന്റെ കുടുംബത്തെ ദൈവം റിലീസ് ചെയ്യുകയാ. കർത്താവിന്റെ ദാസന്റെ കരത്തിലൂടെ വ്യാപരിക്കുന്ന അഭിഷേകം ആ ശരീരത്തിന് മേൽ ഇറങ്ങുന്ന കൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. റിലീസ് 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 റിലീസ്. ആത്മാവ് നിയോഗിക്കുന്നുണ്ടോ? ആരെങ്കിലും കാണിക്കുന്നുണ്ടോ? പോയി അവിടെ തലേക്കണം. അവർ വിടുവിക്കപ്പെടാൻ പോവാ. സ്തോത്രം. വിടുവിക്കപ്പെടാൻ പോകുകയാ. വിടുവിക്കപ്പെടാൻ പോകുകയാ. ഈ മനുഷ്യന്റെ കയ്യെ പിടിച്ച് പ്രാർത്ഥിച്ചോ. എനിക്കറിയാം ആമേ, ഈ കർത്താവിന്റെ ദാസന്റെ ശരത്തുന്നൊരു അഭിഷേകം ഈ മകന്റെ ദേഹത്തേക്ക് ഇപ്പോൾ പകരപ്പെടുകയാ. ബാക്കി നിൽക്കുന്നവരാ മനുഷ്യനെ ഒന്ന് താങ്ങിക്കോണേ. ഇടിച്ചിറങ്ങുന്ന ഒരു അഭിഷേകം ആ കരത്തിൽ കൂടെ തീ 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 കുടുംബത്തിന്റെ ചരിത്രം ദൈവാത്മ മാറ്റാൻ പോകുകയാ. മാറ്റാൻ പോകുക. സംഭവിക്കുക. എല്ലാ കണ്ണൂർ അടച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ആരാധിക്കാൻ പോവാ. 5 മിനിറ്റ് ഒന്ന് ആരാധിക്കാൻ പോവാ. ഇനി ആമേ, ഭാര്യമാരുടെ കയ്യിൽ നിന്ന് വിട്ടോളൂ. നിങ്ങൾ ചേർന്ന് നിന്നാലും കുഴപ്പമില്ല, അവിടെ നിന്നാലും പ്രശ്നമില്ല. നമ്മൾ ഫ്രീ ആയിട്ട് 5 മിനിറ്റ് ഒന്ന് ആരാധിക്കാൻ പോകും. കുഴപ്പമുണ്ടോ? ക്ഷീണിച്ചോ നിങ്ങൾ? ഹലോ, ക്ഷീണിച്ചോ? 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 അറിയോ ക്ഷീണിച്ചോ? നിന്ന് ഇല്ല ഇല്ല. ഒരു 5 മിനിറ്റ് നമ്മൾ ആരാധിക്കാൻ പോവാ. കുടുംബത്തിന് വിടുതൽ ഉണ്ടാകാൻ പോവാ. സ്വത്ര ആമേൻ പറഞ്ഞില്ല. ആന്റി എന്ത് പറയുന്നു? നടക്കാൻ പോവാ വിടുതൽ. വിശ്വസിക്കുന്നോ? ആ വിടുതൽ എന്താ പറയുന്നു? സംഭവിക്കുന്നു. ആ വിടുതൽ അത് സംഭവിക്കുന്നു. ഞാൻ പറയുന്നു, ഈ കർത്താവ് പ്രവചിക്കാൻ പറഞ്ഞ പ്രവചിക്കുവോ? ഇല്ലായിരിക്കും അല്ലേ? കർത്താവ് പ്രവചിക്കാൻ പറഞ്ഞ പ്രവചിക്കുവോ? സ്വത്രം പറഞ്ഞു. ആമേൻ പറഞ്ഞു. ചെയ്യണം. നീ പ്രവചിക്കുമെന്ന് ആത്മാവിനോട് പറഞ്ഞു കർത്താവിന്റെ ദാസേ. ആത്മാവ് പറയുന്നു, ഫയർ 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 കലമസി. ആ തീ നിന്റെ മേലെ ഇപ്പൊ ഉറങ്ങുക. നീ അറിഞ്ഞിട്ടില്ലാത്തൊരു തീ നിന്റെ മേൽ. ദൈവാത്മ പറയുന്നു, ദൈവാത്മ പറഞ്ഞു, രാജകുടുംബത്തിലുള്ള ചിലരോട് നീ പ്രവചിക്കും. ഇത് പോരാ. ഈ സഹോദരിയുടെ മേൽ ഒരു ശക്തി ഇന്ന് രാത്രി പകരപ്പെടുന്നുണ്ട്. ഇത് പോരാ, ഇത് പോരാ. ഈ റിലീസ്മെന്റ് പോരാ. ദലമനസി, ഞാൻ ഈ സഹോദരിയുടെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഈ ശരീരത്തിന് മേൽ തീഗോളം തീഗോളം അത് പ്രാപിച്ചോ 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 ഇന്ന് രാത്രി. ആത്മാവ് പറയുന്നു, തലയിൽ തുണി വട്ടം കെട്ടിയ വെളുത്തിട്ട് തുണി തലയിൽ വട്ടം കെട്ടിയ ഈ രാജ്യത്തുള്ള ചിലരോട് നീ ദൂത് പറയണം. എന്നെ ഒന്ന് കണ്ണൂർ നോക്കിയ എല്ലാരും കണ്ണൂർ നോക്കിയേ. ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ ഇടിച്ചു കയറുന്നത് പാസ്റ്റർ അല്ല, യേശുവിന്റെ രക്തമാണ്. Come on! Come on! Hallelujah! See, നാളെ രാവിലെ ജോലിയുള്ള എത്ര പേരുണ്ട്? നാളെ രാവിലെ ജോലി, നാളെ രാവിലെ കമ്പനി പോകേണ്ട എത്ര പേരുണ്ട്? ആ കമ്പനി നീ ഒറ്റയ്ക്കല്ല, രക്തം ഇടിച്ചു കയറാൻ പോവാ. നീ രാവിലെ വാഹനത്തിൽ കയറുമ്പോ നീ ഒറ്റയ്ക്കല്ല, രക്തം. ആമേൻ പറ, ആമേൻ പറ. നാളത്തെ യോഗത്തിന് ഞങ്ങൾ വരുമ്പോ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, രക്തം അല്ല വരുന്നത്.
ആ രക്തം നിന്റെ മേൽ വീഴുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ എത്ര പേര് തയ്യാറായോ? കരങ്ങളെ ആടിച്ച്, കരങ്ങളെ ആടിച്ച്, കമാൻ, കരങ്ങളെ ആടിച്ച് ഒരുമിച്ച്. കാലമേറെ ഇല്ലല്ലോ കാലം കെട്ടിട, കാലമേറെ ഇല്ലല്ലോ കാലം കെട്ടിട, കാന്തൻ വരാ പോകാരാ കാന്തൻ വരാ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കള്ളത്തരം അറിയാവുന്ന ആർക്കാന്നറിയോ? മലയാളികൾക്കാ. ആമേൻ. ഇവിടെ മാത്രം കള്ളത്തരം കാണിക്കരുത്. ഇതുണ്ടോ, ഞങ്ങളുടെ പ്രായമുള്ള ഒരു അമ്മച്ചി വന്ന് നല്ല ഈസി ആയിട്ട് നിൽക്കുന്നുണ്ടോ? എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുണ്ട്? 73. ഒരു 10 ആരാധനകളുള്ള ആയുസുണ്ട്. ഒരു 100 ആയിട്ടങ്ങ് മരിച്ചാൽ മതി. നമുക്ക് ഒരുമിച്ച് നേരെ അങ്ങ് മരിക്കൊന്നും വേണ്ട. ആമേൻ. ഞാൻ ചോദിക്കുന്ന, കർത്താവിന്റെ മുമ്പിൽ ഒന്ന് അനങ്ങി ആരാധിക്കാൻ എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? ലോകം മുഴുവൻ ഇളകുമ്പോൾ ഇളകാതിരിക്കുന്ന കർത്താവിന്റെ മുമ്പിൽ ഇളകുന്നവരാ. പ്രൈസ് ഗോഡ്. ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നു, മോന് പാസങ്ങളിലൂടെ ഈ സ്റ്റേജിൽ നിന്ന് ആരാധിക്കാൻ ഇഷ്ടമാണോ? ആണോ? പറഞ്ഞോളൂ. വാ, നീ വാ, എന്റെ കൂടെ വാ. വാ മക്കളെ, നീ കയറിക്കോളൂ. ഇനി ആരുണ്ട്? മോന് ഇഷ്ടമാണോ? കണ്ണുടച്ചൊന്ന് ശരിക്കും അടച്ചോണം. വാ, നീ വാ. ഒരു 2 മിനിറ്റ്. ബാബയ്ക്ക് ആഗ്രഹമുണ്ടോ ആരാധിക്കാൻ? തുള്ളിച്ചാടി. മക്കൾക്ക് ആഗ്രഹമുണ്ടോ തുള്ളിച്ചാടി ആരാധിക്കാം? വാ വാ. നമുക്കറിയാം, നീയൊക്കെ അല്ലേടാ അടുത്ത യോഗിച്ചോയൊക്കെ. അറിയൂ അറിയൂ. താണ്ട 2 മാലാഖമാര് വന്നു. ഇനിയുണ്ട് ഇനിയുണ്ട്. എന്തിനാ? നിങ്ങളെ നാണിപ്പിക്കാനാണ് ഞാൻ ഈ പിള്ളേരെ ഇവിടെ കയറ്റുന്നത്. അല്ലാതെ എനിക്ക് വട്ടുണ്ടായിട്ടല്ല. വാ. ഒറ്റ ഒരുത്തൻ കണ്ണൂർ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തരുത്. നമ്മൾ ഇവരെ നാണിപ്പിക്കാൻ പോവുകയാ. യേശുവിന്റെ രക്തം ചേർന്ന് പറഞ്ഞേ. തുറന്ന് പാറ. ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കാൻ പോവാ. ഒറ്റ ഓർമ്മ ഇവിടെ കണ്ണൂർ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയരുത്. ഞാൻ ഈ കാട്ടായെല്ലാം കാണിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാ. എത്ര പേര് സ്തോത്രം പറയുന്നു? അവൻ കർത്താവിന് വേണ്ടി ചാടാൻ തയ്യാറാകണം. അവന് വേണ്ടി നൃത്തം ചെയ്യാതെ ഒറ്റ കാല് പോലും. ഞാൻ പറയുന്നു, നടക്കുന്ന വഴി കാല് വഴുതി അവൻ നിന്റെ കാലിന്റെ ചിരട്ട പൊട്ടിപ്പോകാൻ അവൻ നിർത്തിയത് അവനെ ആരാധിക്കാൻ വേണ്ടിയാ. ഒരുമിച്ച് ഇല്ലല്ലോ കാലമേറെ ഇല്ലല്ലോ കാലം കാന്തൻ വരാ നാമം പോകരാ കാന്തൻ വരാ നാമം പോകരാ. കാലമേറെ ഇല്ലല്ലോ കാലം കെട്ടിട, കാലമേറെ ഇല്ലല്ലോ കാലം കെട്ടി, കാന്തൻ വരാ നാമം പോകരാ കാന്തൻ വരാ നാമം പോകരാ. യേശുവിന്റെ രക്തത്താൽ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. യേശുവിന്റെ രക്തത്താൽ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ കാലമേറെ ഇല്ലല്ലോ കാന്തൻ വരാ നാമം പോകരാ കാന്തൻ വരാ നാമം പോകരാ. കാലമേറെ ഇല്ലല്ലോ കാലം കെട്ടിട, കാലമേറെ ഇല്ലല്ലോ കാലം കെട്ടിട, കാന്തൻ വരാ നാമം പോകരാ കാന്തൻ വരാ നാമം പോകരാ. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. യേശുവിന്റെ നാമത്തിൽ, ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെ ഇല്ലല്ലോ കാലം കാലമേറെ കെട്ടിട, കാന്തൻ വരാ നാമം പോക
ജനമേ ഉണർന്നിടുക, നിന്റെ വേലയിൽ ഉണർന്നിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമേ ഉണർന്നിടുക, നിന്റെ വേലയിൽ തികച്ചു ഉണർന്നിടുക. കാലമേറയില്ലല്ലോ കാലങ്ങൾ കെട്ടിട, കാലമേറയില്ലല്ലോ കാലങ്ങൾ കെട്ടിട. നാമം വരാൻ നാമം പോകരാൻ, നാമം വരാൻ നാമം പോകരാൻ. കാലങ്ങൾ കെട്ടിട, കാലമേറയില്ലല്ലോ കാലങ്ങൾ കെട്ടിട. നാമം വരാൻ നാമം പോകരാൻ, നാമം വരാൻ നാമം പോകരാൻ. അധികാരത്തിന്റെ ശക്തി ഇപ്പൊ രക്തത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ കുറ്റമില്ലാത്ത രക്തത്തിന്റെ ശക്തി, പാപമില്ലാത്ത രക്തത്തിന്റെ ശക്തി, നമ്മെ വീണ്ടെടുത്ത, നമ്മെ വിടുവിച്ച ആ നിഷ്കളങ്ക രക്തത്തിന്റെ ശക്തി, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിനകത്ത്, തലമുറകളുടെ മേൽ, ജോലി മേഖലകളിൽ ഇന്ന് രാത്രിയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാ. അനേകം നാളുകളായി പിശാച് ബന്ധിച്ചു വെച്ചിരിക്കുന്ന കെട്ടുകൾ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ അഴിഞ്ഞു മാറുന്ന രാത്രിയായി തീരുകയാ. നിന്റെ ജോലിയിലുള്ള പ്രതികൂലങ്ങൾ, നിന്റെ തലമുറയോട് പോരാടുന്ന സകല പോരുകളും ഇന്ന് രാത്രിയിൽ ആ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ സ്വതന്ത്രമാക്കുന്ന, വിടുവിക്കുന്നവന്റെ കരം അതിന്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. പ്രാർത്ഥനയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കാം. രാത്രികൾ ആ രക്തത്തിന്റെ ശക്തി നിന്റെ ഉച്ച മുതൽ ഉള്ളം കാൽ വരെ ഇപ്പോൾ തന്നെ ഇത് ചലിച്ചുകൊണ്ടിരിക്കുകയാ. നിന്റെ ഭവനത്തിനകത്ത് നീ ഇവിടെ നിന്നും ഹല്ലേലൂയ യാത്ര തിരിക്കുന്നതിന് മുമ്പ് തന്നെ ഹല്ലേലൂയ കിലോമീറ്ററുകൾ താണ്ടുന്ന ആ ശക്തി നിന്റെ കുടുംബത്തിനകത്തും തലമുറകളുടെ മേലും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. അത് വിടുതലായി, സൗഖ്യമായി, സന്തോഷമായി, സമാധാനമായി ഇന്ന് രാത്രിയിലും ഇറങ്ങുന്നതിനായി നന്ദിയപ്പാ, നന്ദി. ഹല്ലേലൂയ. അത് നിലനിൽക്കുന്ന വിട്ടുമാറാത്ത അഭിഷേകമായി തീരട്ടെ കർത്താവേ. നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ശുശ്രൂഷിപ്പാൻ തന്നെ അഭിഷിക്തനെ ബലപ്പെടുത്തിയത് ഓർത്തുകൊണ്ട്, നമ്മുടെ മടക്കയാത്രയെ ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ. പ്രിയ പിതാവേ, പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ പാദപീഠത്തിലേക്ക് രാത്രിയിൽ അടുത്തു വരികയാണ്. കർത്താവേ, ഉപവാസത്തിന്റെ 1-ാം ദിവസം രാത്രിയിൽ അങ്ങയുടെ രക്തത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ അയച്ചതിനായി, കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ, ജോലി മേഖലകളിൽ സകലത്തിനു മേലും ആ രക്തം ഇന്ന് രാത്രികൾ തളിച്ചതിനായി, വിടുവിച്ചതിനായി, ശുദ്ധീകരിച്ചതിനായി ഹല്ലേലൂയ കർത്താവേ, ഇന്ന് രാത്രിയിൽ അങ്ങയെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. രാത്രിയിൽ അങ്ങയുടെ അഭിഷിക്തനെ ശക്തമായി ഉപയോഗിച്ചുവല്ലോ. വരും ദിവസങ്ങളിലും ആത്മശക്തിയോടെ അനേകരുടെ വിടുതലിന് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ പിരിയുന്നു കർത്താവേ. തുടർന്നുള്ള മീറ്റിങ്ങുകളും അങ്ങയുടെ സാന്നിധ്യത നിറച്ചാട്ടം. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ കർത്താവ് അനുഗ്രഹിച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നാളത്തെ മീറ്റിംഗ് ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. രാവിലെ 10:30 മുതൽ 1 മണി വരെയുള്ള സമയത്ത് ബിഷപ്പ് ഫ്രഞ്ച് ഹാളിലും, വൈകിട്ടത്ത് 8 മുതൽ 9:30 വരെയുള്ള സമയത്തും ബിഷപ്പ് ഫ്രഞ്ച് ഹാളിൽ നിന്നാണ് കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. 6-ാം തീയതി മുതൽ കർത്താവിന്റെ ദാസൻ ജോൺസൺ വർഗീസ് ശുശ്രൂഷിക്കും. 6-ാം തീയതി മുതലുള്ള മീറ്റിങ്ങുകൾക്ക് ട്രാൻസ്ലേഷൻ ഉണ്ടെന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമ്മുടെ കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, ഈ ബലത്തോടെ പോകാം കർത്താവ്.